رب العالمين وبه نستعين وصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف الخلق نبينا محمد صلى الله عليه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد صلى الله عليه وآله وأصحابه ومن تبعهم بإحسان إلى يوم الدين. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു മഹത്തായ കർമ്മം നിർവഹിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ, നമ്മൾ ഉദ്ദേശിച്ച ദിവസത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, സ്വീകരിക്കുന്ന രൂപത്തിൽ മഖബൂലും മബ്റൂറുമായ ഉംറ കർമ്മം നിർവഹിച്ച് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. യാത്രയിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കിത്തരുമാറാവട്ടെ. സഹോദരന്മാരെ, ഇവിടെ നമുക്ക് ഉംറയുടെ ഒരു രൂപം പ്രൊജക്റ്റിലൂടെ നമുക്ക് അവതരിപ്പിച്ചിരുന്ന നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മൗലവിയാണ്. അദ്ദേഹം ആദ്യം ചെറിയ വിവരണം നിങ്ങൾക്ക് നൽകും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ ക്ലാസ്സിന് ദൂര ദിക്കുകളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് വിശദീകരിച്ചു തരുവാൻ ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ അല്ലദീ അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദ. അഊസു ബില്ലാഹി അസ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വലിയ ആമുഖമൊന്നുമില്ലാതെ തന്നെ നമ്മൾ നേരെ ഉംറ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെയാണ് ഈ ഒരു കർമ്മത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായിട്ടുള്ളത്. അള്ളാഹു വളരെ എളുപ്പത്തിൽ മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ ഈ കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് നിങ്ങൾക്കറിയാം, അമീറാണ്. അമീറിന്റെ ഉപ്പ മുത്തലിബ്ക മരണപ്പെട്ടു, അത് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഉംറയുമായി ബന്ധപ്പെട്ട് ആ പരിശുദ്ധ മണ്ണിലേക്ക് പരമാവധി ആളുകളെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടെ പ്രവർത്തിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരോടും യാത്ര ചോദിച്ച അല്ലാഹുവിങ്കലേക്ക് നമ്മുടെ മുൻപേയായി യാത്ര തിരിച്ചിട്ടുണ്ട്. പോകുന്നത് ഞാൻ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. പോകുന്നതിന് മുമ്പേ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു മുത്തലിബ് ഖാനെ. പലപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം വരികയും എൻ്റെ കൂടെ താമസിക്കുകയും അപ്പോഴൊക്കെയും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലും സംസാരിക്കാറുള്ളത്. വലിയൊരു ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ദീനിനോട്. തീർച്ചയായും നമ്മുടെ ക്ലാസിന്റെയും ഈ യാത്രയുടെയും അദ്ദേഹത്തിന്റെ മകനിലൂടെ നടക്കുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു വലിയ പങ്ക് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കാൻ. മുസ്തഫ മൗലവി നിങ്ങളുടെ അമീറാണ്. നിങ്ങളോടൊപ്പം ആദ്യാവസാനം എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗൈഡായി നിങ്ങളുടെ മുന്നിലും പിന്നിലും കൂടെയുമൊക്കെ മൗലവി ഉണ്ടാകും. ഏകദേശം നമ്മുടെ ഈ ഒരു സമയം ആരംഭിച്ചാൽ ഉച്ചഭക്ഷണത്തോടു കൂടിയാണ് അല്ലെ അവസാനിക്കുന്നത്. അപ്പൊ വളരെ വിശദമായി കാര്യങ്ങളൊക്കെ മൗലവി നിങ്ങളോട് പറഞ്ഞു തരും. അതിനു മുൻപേ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു പ്രസന്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു പക്ഷേ അങ്ങനെ ഡൗട്ടുള്ളവരൊക്കെ ഒന്നുകിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മൊബൈലിലൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ശേഷം മൗലവിയോട് നിങ്ങൾ അത് ചോദിച്ച് ക്ലിയർ ചെയ്യണം എന്നുകൂടെ അറിയിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വിട്ടുപോയാലും പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മൗലവി അത് ഏഡ് ചെയ്യും. ഞാൻ ഉംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വലിയ അങ്ങനത്തെ ഒരു പ്രഭാഷണോ കാര്യങ്ങളായിട്ട് നിങ്ങൾ കാണണ്ട. നമ്മൾ സാധാരണ ഒരു ഇന്ററാക്റ്റീവ് സെഷനായി ആ രൂപത്തിലുള്ള കുറേ നേരം ചർച്ചയ്ക്ക് ഇല്ല, എന്നാൽ ഒരു സംസാരം പോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി, മുന്നോട്ട് പോയാൽ മതി. ഇതിലാദ്യം മുൻപ് ഉംറ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? മുൻപ് ഉംറ ചെയ്ത ഉണ്ട് അല്ലേ? ഓക്കെ, ഇല്ല അല്ലേ? മാഷാ അല്ലാഹ്. എല്ലാവരും ആദ്യമായിട്ടാണ് ഉംറക്ക് ഉണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ ഏതായിരുന്നാലും എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ കൂടെ ഉംറ എന്ന് പറഞ്ഞാല് നേരത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഉംറക്ക് വേണ്ടി തയ്യാറായിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ സംശയങ്ങളും കുറെ ബേജാറ് ഒക്കെ ഉണ്ടാവും. പണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരുന്നു. ഉംറയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ പോലും പ്രയാസമായിരുന്നു ആളുകൾക്ക്. ഇന്ന് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് പോയി വേഗം തിരിച്ചു വരാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ നേർക്ക് നേരെ ഉംറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ്. ഉംറ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 4 കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ. അപ്പൊ സ്ക്രീനിൽ നോക്കുമ്പോ കേൾവിയും നമ്മുടെ കാഴ്ച ഒരുപോലെ വർക്ക് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് സ്ക്രീനിൽ കാണിക്കുന്നത് കേട്ടാ. 4 കാര്യങ്ങളാണ്. അതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കേണ്ടത്, ധാരാളം പ്രതിഫലങ്ങളും ഒക്കെ ഓഫർ ചെയ്തിട്ടുള്ള ഒരു കർമ്മമാണ് ഉംറ. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുള്ളതാണ് വാചകമാണ്, ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണെന്ത്? ഒരു ഉംറക്ക് പോകാൻ സാധിച്ചാൽ അതോടുകൂടെ ഉംറ അവസാനിപ്പിക്കലല്ല. അല്ലാഹുവേ, അവിടെ നിങ്ങൾ പോരുമ്പോ അറിയാതെ നമ്മൾ പ്രാർത്ഥിക്കും. ആ പരിശുദ്ധ കഅബയോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോരുന്ന രംഗമുണ്ട്. കാണുമ്പോൾ വല്ലാത്തൊരു വികാരമാണ് മനസ്സിൽ. അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴുണ്ടൊരു സങ്കടം. മദീനത്ത് നിന്നൊക്കെ തിരിച്ചു പോരുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പൊ നമ്മൾ അറിയാതെ ദുആ ചെയ്യും, പടച്ച റബ്ബേ ഇനിയും എന്ത് ചെയ്യണം, ഞങ്ങളൊന്നും ഇങ്ങോട്ട് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കും. അല്ലാഹു കഴിയുന്നത്ര തവണ ആ പരിശുദ്ധ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഒരു ഉംറ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പുറത്തു വരും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറെ പാപങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അറിഞ്ഞ് ചെയ്തതിനേക്കാളേറെ ജീവിതത്തിൽ വരുന്ന തിന്മകളാണ് ഇത് അറിയാതെ ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമുക്ക് പറയാൻ പറ്റും, ഈ സമയം വരെ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു തെറ്റും ഞാൻ പറഞ്ഞിട്ടില്ല, ആലോചിച്ചിട്ടില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് പോലില്ല എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സംസാരത്തിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അറിയാത്ത തിന്മകൾ പോലും എന്ത് ചെയ്യും? ഇത്തരം കർമ്മങ്ങൾ മായ്ച്ചു കളയാൻ കാരണമാണ് എന്നതാണ്. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ ഹജ്ജും ഉംറയും ഒന്നിച്ചു ചെയ്യുക. അവ രണ്ടും നോക്കൂ നിങ്ങളെ, ഇതൊക്കെ ഹജ്ജാവട്ടെ ഉംറ ആവട്ടെ നമ്മുടെ ദാരിദ്ര്യം നീക്കാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും കാരണമാകുന്നതാണ്. നിങ്ങൾ ആ വാചകം ഒന്നും കൂടി മനസ്സിൽ കൊണ്ടു നോക്കിയേ. ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ ദാരിദ്ര്യം ഇല്ലാതെയാവും. ഒന്നും കൂടെ വാചകം, ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ ദാരിദ്ര്യം ഇല്ലാതെയാവും. യഥാർത്ഥത്തിൽ ദാരിദ്ര്യം കൂടല്ലേ വേണ്ടത്? കാരണം ഭയങ്കര പൈസ ഉള്ള കാര്യമാണെന്ത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. 8 ലക്ഷം 9 ലക്ഷം 10 ലക്ഷം ഒക്കെ
പറയും 6-7 ഒക്കെ മതിയെന്ന്. പക്ഷെ നമ്മൾ അറിയാതെ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ചെലവായി. പോകാൻ നേരത്ത് പറയും കുറച്ചും കൂടെ വേണമെന്ന്. സ്വാഭാവികമാണത്, അതാരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 10 ലക്ഷത്തോളം ഏകദേശം ഈ കാലയളവിൽ ചെലവുള്ള ഒരു കാര്യമാണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. പക്ഷെ ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാൾക്ക് പൈസ അള്ളാഹു കൊടുക്കുന്നതാണ്. അപ്പൊ പൈസ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ ഹജ്ജ് ചെയ്താൽ കിട്ടൂല, മനസ്സിലായി. മറിച്ച് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ നമ്മുടെ ദാരിദ്ര്യം എന്ത് ചെയ്യും? അള്ളാഹു ഇല്ലാതെയാക്കും. നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യും? അള്ളാഹു ബറക്കത്ത് നൽകും. കേട്ടോ, ഇതൊക്കെ ഭൗതികമായും പാരത്രികമായും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് എന്ത്? ഹജ്ജ് ഉംറയൊക്കെ. അതല്ലാതെ നമ്മളിപ്പോ ഉംറക്കൊക്കെ പോയി വന്ന് ഹജ്ജിനൊക്കെ പോയി വന്നിട്ട് എന്റെ പേരിന്റെ കൂടെ ഇന്ന മുഹമ്മദ് ഹാജി അല്ലെ എന്ന് ചേർക്കാനല്ല നമ്മൾ ഹജ്ജ് ഒന്നും ചെയ്യുന്നത്. ശരി, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജ് നിർവഹിക്കണം. അതിനു മുൻപായോ അല്ലെങ്കിൽ അതിന് കഴിയാത്തവരോ ഒക്കെ ആയി ഉംറയെങ്കിലും എന്ത് ചെയ്യണം? നിർവഹിക്കണം. നമ്മളിപ്പോ ഉംറ നിർവഹിക്കുന്നതോടെ ഹജ്ജിന്റെ ബാധ്യത പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അള്ളാഹു എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള പ്രതിഫലം തൗഫീഖ് നൽകണേന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ കുറെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഉംറയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അല്ലെ? ഇതേപോലെ ഇനി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ആണെന്ത്? ഹജ്ജ് ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം അള്ളാഹു ഹജ്ജിന് തൗഫീഖ് നൽകോ? ഉണ്ടെന്നോ ഇല്ലാന്നോ? ഉണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നൽകും. പക്ഷെ ആ പ്രാർത്ഥന എന്താവണം? നല്ല ആത്മാർത്ഥതയോടുകൂടി ആവണം. നിങ്ങൾക്ക് ആത്മാർത്ഥത വരും എപ്പോഴെന്നറിയോ? ഒരു പ്രാവശ്യം ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ അവിടെ ചെന്നത് കാണുമ്പോ, അള്ളാഹുവേ എനിക്കൊരു ഹജ്ജ് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും മരണത്തിന് മുൻപായി ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥന മതി. പൈസ ഉണ്ടാക്കണ്ടെന്നല്ല, പൈസ അള്ളാഹു തരും. മനസ്സിലായോ? നിങ്ങൾ ഇതുവരെ നിങ്ങളെ കയ്യിൽ വന്ന പൈസ ഒക്കെ നിങ്ങൾ ചോദിച്ചിട്ടാ ആണോ? നമ്മൾ ചോദിച്ചിട്ടാണോ? അല്ല. അള്ളാഹു പല മാർഗങ്ങളിലൂടെ പല കാരണങ്ങളായി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചതാണല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അള്ളാഹിനോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു ദുനിയാവിൽ അനുഭവിക്കുന്ന ഒരു ഉദാഹരണം നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഞാൻ എന്നോട് പറയണ്ട, നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? എനിക്ക് കിട്ടി ഇന്ന ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം, അത് ഞാൻ റബ്ബിനോട് ചോദിച്ചിട്ട് റബ്ബ് എനിക്ക് തന്നതാണെന്ന് പറയാൻ പറ്റുന്നെങ്കിലും ഉണ്ടോ? ബഹുഭൂരിഭാഗം ആൾക്കൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ചോദിക്കാതെ തന്നതാ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ അള്ളാഹിനോട് ചോദിച്ചിരുന്നു, പഠിച്ചോനെ എനിക്ക് കണ്ണിന് കാഴ്ച തരുന്നേന്ന്? ഇല്ല. എന്റെ കൈകാലുകൾക്ക് ആരോഗ്യം തരുന്നെന്ന് ചോദിച്ചിരുന്നോ? ഇല്ല. അതൊക്കെ റബ്ബ് തന്നില്ലേ? പഠിച്ചോനെ എനിക്ക് ഇത്ര മക്കളെ വേണമെന്ന് ചോദിച്ചിരുന്നോ? ഇല്ല. പഠിച്ചോനെ എനിക്ക് ഇന്നത്തെ രൂപത്തിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. മക്കളെ വേണം നമ്മൾ പറയും അല്ലെ? സ്വാലിഹീങ്ങളായ മക്കളെയൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ചോദിക്കണം. ഞാൻ പറഞ്ഞത് പ്രാർത്ഥന എന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നല്ല. നമ്മൾ എന്തിനാ ഉംറക്കോണത്? കഅബാണാനാ? അതൊക്കെ അതിന്റെ ഒരു സൈഡാണ്. പോകുമ്പോ കഅബ ഉണ്ട്, അപ്പൊ കാണും അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാനാ പോണത്. അപ്പൊ ഇവിടുന്ന് പ്രാർത്ഥിച്ചാ പോരെ? മതി. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണിത്, ഈ പറഞ്ഞ സ്ഥലം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിരന്തരമായിട്ട് എന്ത് ചെയ്യണം? നമ്മള് ദുആ ചെയ്യണം എന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ പ്രാർത്ഥിച്ചാൽ അള്ളാഹു തരും. പ്രാർത്ഥിച്ചാൽ മതി നന്നായിട്ട്. ശരി, നമ്മുടെ ഉംറ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ടാവണം അല്ലെ? എന്ത് കാര്യത്തിനും. ഇപ്പൊ നിങ്ങൾ ഉംറക്ക് പോകാൻ കുറെ പ്രൊസീജിയർ നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ? പാസ്പോർട്ട് വേണം, വിസ വേണം, ടിക്കറ്റ് വേണം. അങ്ങനെയൊക്കെ ഉണ്ടായാലും എന്തേ ഉള്ളൂ? എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് കയറ്റി വിടുള്ളൂ. അല്ലാണ്ട് വെറുതെ കയ്യും വീശിയാണ്ട് റേഷൻ കാർഡും കൂടി പോയിട്ട് നമ്മളെ കയറ്റി വിടോ? ഇല്ല. കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. ഏത് കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കർമ്മമാണ് ഇഖ്ലാസ്. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് അല്ലെ? ആത്മാർത്ഥത, നിഷ്കളങ്കമായ പ്രവർത്തനം നിർബന്ധമാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ. അത് ഉംറക്ക് മാത്രമല്ല, ഏതൊരു കർമ്മത്തിനും. രണ്ടാമത്തെ കാര്യമാണ് ഇത്തിബാഉർ റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യണം. ഇപ്പൊ നിസ്കാരം നമ്മൾ നിർവഹിക്കാറുണ്ട് അല്ലെ? ആ നിസ്കരിക്കുന്നത് ആര് നിസ്കരിച്ചതുപോലെയാണ്? ആരാണ്? ആര് നിസ്കരിച്ച പോലെ നിസ്കരിക്കണം? നിങ്ങൾ പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം അല്ലെ? നോമ്പ് ആര് പറഞ്ഞതുപോലെ? നബി പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ എല്ലാ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. ഉംറ അങ്ങനെ തന്നെയാണ്.
കേട്ടോ. ഞാൻ എന്താ ഇത് പറയാനുള്ള കാരണം എന്ന് നിങ്ങൾക്ക് ഇനി മൗലവി പറഞ്ഞുതരും, അതല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറെ നേരം വിശദീകരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് അവസാനിക്കൂല. സൃഷ്ടാവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ശക്താക്കണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം, തൗഹീദ് ശക്താക്കണം. ഏതൊരു കർമ്മവും തൗഹീദിലാണ്. തൗഹീദ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കൂല. അപ്പൊ എന്താ തൗഹീദ്? എന്താ തൗഹീദ് എന്ന് പറഞ്ഞാല്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, ഇബാദത്ത് ചെയ്യുക. ഒരു കാര്യത്തിലും ഒരാളും പറ്റൂല കേട്ടോ. അത് ഏറ്റവും ചുരുക്കി പറയാ, ബാക്കി കാര്യം മൗലവി പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. നാലാമത്തെ, സൃഷ്ടികളോടുള്ള ബന്ധമൊക്കെ ശക്താക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തായി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണെന്ത്? മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് ശക്താക്കണം. ഞങ്ങളിന്ന് രാവിലെ പിന്നെ സുബഹി നിസ്കരിച്ചിട്ട് ഖബറ് സിയാറത്തിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അമീർ ഇങ്ങനെ പറഞ്ഞു, ഇന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഞാനും നമ്മളറിയുന്ന കുറെ ഖബറുകൾ അവിടെ ഉണ്ടല്ലോ. ഒരുപാട് ആൾക്കാരില്ലേ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരസ്പരം മിണ്ടാത്തവർ, മുഖത്ത് നോക്കാത്തവർ, ഒന്ന് കാണാൻ മനസ്സില്ലാത്തവർ. ഇപ്പൊ എല്ലാവരും എവിടെ പോയി കിടക്കേണ്ടത്? ഒരു വീട്ടിലാണ്, ഖബറിന്റെ വീട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പണക്കങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ സ്ഥാനമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച കുറെ ഉദാഹരണങ്ങളുണ്ട് നമ്മളെ മുന്നിൽ. ഇന്നും നമ്മളെ മുന്നിൽ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പണക്കങ്ങളൊന്നും വേണ്ട ആർക്കും. നിങ്ങൾക്ക് പണക്കണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്. നമുക്ക് ആർക്കും ആരോടും ചെയ്യാൻ പാടില്ല, പണക്കങ്ങളൊന്നും പാടില്ല. നിങ്ങൾ കേട്ടില്ലോ ഹദീസ്? മാക്സിമം അങ്ങനെ വന്നാൽ തന്നെ എത്ര ദിവസം പാടുള്ളൂ? അതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ എത്ര ദിവസം കൊണ്ടുപോകും അല്ലേ? എന്നാലോചിക്ക്, ഈഗോ പ്രശ്നങ്ങളാണ്. അയാള് മിണ്ടിയില്ല, ഇയാള് മിണ്ടില്ല, ഞാൻ പോയിട്ട് എങ്ങനെ അങ്ങോട്ട് മിണ്ടും? നമ്മുടെ ആവശ്യമാണ് അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാന്നുള്ളൂ. ഇത്ര പൈസ ഒക്കെ ചെലവാക്കിയിട്ട് അല്ലേ? നിങ്ങൾ എത്ര പൈസ കൊടുത്ത്? ഇനി പൈസ പോട്ടെ, പൈസ പിന്നെ ഉണ്ടാക്കാം. ആരോഗ്യം, സമയം, ഇതൊക്കെ ചെലവാക്കിയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഈ ബലം വിടൂല അല്ലേ? അതുകൊണ്ട് കാര്യമൊന്നുമില്ല. എല്ലാം വിട്ട് പുറത്താക്കണം, മാപ്പാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെടണം കേട്ടോ. ശരി, യാത്രക്കൊരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഞാൻ കുറച്ച് സ്പീഡിൽ പോവാം കേട്ടോ. ഒന്ന്, ഇഹ്റാമിനുള്ള തുണിയൊക്കെ റെഡി ആയിരിക്കും. നിങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവും അല്ലേ? അത് നിങ്ങൾ തന്നെയല്ലേ വാങ്ങേണ്ടത്? സ്ത്രീകൾക്ക് അതെന്തൊക്കെയാണെന്ന് മൗലവി ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരും. യാത്രാരേഖകള്, ഞാൻ തന്നെ ഇത് പറയുന്നറിയാം. യാത്രാരേഖ എല്ലാം റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി എയർപോർട്ടിൽ എത്തുമ്പോൾ കാണാം, ആ കവർ എടുത്തില്ലല്ലോ പഠിച്ചോ. ഏത് കവറ്? ബാക്കി ഒരു കവറില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും, ഈ കവറില്ലെങ്കിൽ പോകാൻ പറ്റൂല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതൊരു കാരണവശാലും പുരുഷന്മാർ മീശ വെട്ടി ചെറുതാക്കാം. ഒരുങ്ങുമ്പോഴേ ഞാൻ അവിടെ മനഃപൂർവ്വം താടിന്ന് എഴുതാത്തതാണ്. കാരണം മുസ്ലിം പുരുഷന്റെ വലിയ സുന്നത്തുള്ള കാര്യമാണെന്ത്? താടി വെക്കാന്ന് പറഞ്ഞാൽ. നമ്മളെ ആളുകൾ വിചാരിച്ച ഏതെങ്കിലും മൗലവിമാർക്കും ഉസ്താദന്മാർക്കും പണ്ഡിതന്മാർക്കും മാത്രമുള്ള കാര്യമാണെന്ത്? അല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യാണ്. 24 മണിക്കൂറും കൂലിട്ടുന്ന കാര്യമാണെന്ത്? ഒരു മുസ്ലിം താടി വെച്ചാൽ. ഉറങ്ങുമ്പോഴും കൂലി, ഭക്ഷണം കഴിക്കുമ്പോഴും കൂലി, നടക്കുമ്പോഴും കൂലി, കല്യാണത്തിന് പോയാലും കൂലി, പോയില്ലെങ്കിലും കൂലി, ഹോട്ടലിൽ കയറുമ്പോഴും കൂലി, എപ്പോഴും 24 hours കൂലിട്ടുള്ള കാര്യമാണ് താടി വെച്ചാൽ. അപ്പൊ അത് ഒരു സുന്നത്താണ്. മീശ വെട്ടി ചെറുതാക്കണം കേട്ടോ പുരുഷന്മാരെ. നഖം മുറിക്ക, സമയമൊക്കെ പാലിക്കാം. കുറെ യാത്രകൾ നടത്തിയിട്ടുള്ളതാണ് നമ്മള്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോണ്ടല്ലോ, എന്റെ ഇഷ്ടത്തെക്കാളേറെ മറ്റുള്ളവരുടെ ഇഷ്ടത്തെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയണത്. നമ്മളെപ്പോഴും 2 മണി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അൽഹംദുലില്ലാഹ് എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യം എന്നറിയോ? സാധാരണ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ കൂടുതൽ എന്താണെന്നറിയോ? 10:30 എന്ന് പറഞ്ഞാൽ ക്ലാസ് തന്നെ നമുക്ക് തുടങ്ങണമെങ്കിൽ 11:15 ആവേണ്ടി വരും. കാരണം ആൾക്കാർ എത്തുമ്പോൾ ഏകദേശം 11:15 ആയിട്ടുണ്ടാവും. അരമണിക്കൂർ. നമ്മളൊരു അങ്ങനത്തെ ഒരു ടൈം അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചൊക്കെ ആളുകൾ മനസ്സിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. അത് രാഷ്ട്രീയക്കാരുണ്ടാക്കിയാണ്. പിന്നെ മതത്തിലേക്ക് എന്ത് ചെയ്തു? അത് കടന്നു വന്നതാണ്. അങ്ങനല്ല, സമയം നമ്മൾ പാലിക്കണം കേട്ടോ. ഇപ്പൊ ഇന്നലൊക്കെ പിന്നെ എയർപോർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ പെരുന്നാളിന്റെ തൊട്ട് മുമ്പ് വരെ എയർപോർട്ടില് 12 മണി, ഇപ്പോ നിങ്ങൾക്കറിയാലോ മിഡിൽ ഈസ്റ്റിലെ പ്രയാസങ്ങളൊക്കെ അറിയാലോ. അല്ലാഹും എത്രയും വേഗം അത്തരം പ്രയാസങ്ങളൊക്കെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. GCCയിൽ നിന്ന് ഇപ്പോൾ ഒമാനിൽ നിന്ന് മാത്രമാണ് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂള് നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ വളരെ എപ്പോഴെങ്കിലും കിട്ടി വന്നു. എയർപോർട്ടിൽ വന്നു നിൽക്കുമ്പോഴാണ് കാണിക്കുന്നത്, മോണിറ്ററിൽ കാണിക്കുന്നത് ക്യാൻസൽഡ്. എത്രയാണെന്നറിയോ?
12 മണിക്കൂർ മുമ്പാണ് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടി പറയണത്. എത്തിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിലോ ഫ്ലൈറ്റ് അങ്ങോട്ട് പോകും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം പാലിക്കണം. കുറച്ച് മുമ്പേ റെഡി ആവണം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ മുമ്പേ ഞാൻ എത്തും. ഞാനായിട്ട് എന്ത് ചെയ്യില്ല, ബാക്കിയുള്ള 54 പേർക്ക് ഞാനായിട്ട് സമയം വൈകിക്കൂല എന്നുള്ള തീരുമാനം ഉണ്ടാവണം. ആവശ്യമായ മരുന്നുകളൊക്കെ കരുതാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, പിന്നെ മോര് പറഞ്ഞുതരും, നമ്മൾ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഏതൊക്കെയാണെന്നുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ശരി. അതേപോലെ തന്നെ സ്ത്രീകൾ ആഭരണം സൂക്ഷിക്കാം. ഇതൊന്നും ഉമ്രയുടെ ഭാഗമല്ല കേട്ടോ. നിങ്ങളിപ്പോ ഒരു ആഭരണം ഗോൾഡ് ഒക്കെ ഇട്ട് അവിടെ 10 പവനോ 20 പവനോ ഇട്ട് പോയോണ്ടൊന്നും ഉമ്രക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? എന്തായിരിക്കും പ്രശ്നം? അത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോ 10 പവന് 1/2 പവന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുള്ളൂ എന്തെങ്കിലും കാരണവശാല്. ഉമ്രൊക്കെ റാഹത്തായി കഴിഞ്ഞു ഇവിടെ വന്ന് ആൾക്കാരോട് പറയാണ്, അല്ലെങ്കിൽ ഉണ്ടായി ഉമ്രക്ക് ഉഷാറായിരുന്നു, എന്റെ 1/2 പവൻ പോയി അല്ലെ, അല്ലെങ്കിൽ എന്റെ ആ കമ്മല് പോയി, അല്ലെങ്കിൽ എന്റെ കൈച്ചയും പോയി, അല്ലെങ്കിൽ എന്റെ ഇത് പോയി എന്നൊക്കെ പറയും. പിന്നെ എപ്പോഴും ടെൻഷൻ ആയിരിക്കും അത്. 1/2 പവൻ പോയി എന്ന് പറഞ്ഞപ്പോ എത്രയായി പോ? അതൊക്കെ കറക്റ്റ് എല്ലാ ദിവസം അപ്ഡേറ്റഡ് ആണല്ലോ അല്ലെ? അപ്പൊ ആഭരണം സൂക്ഷിക്കാം കേട്ടോ. ആഭരണം കഴിയുന്നത്ര ഒഴിവാക്കാം. യാത്ര പോകുമ്പോ, ഉമ്രക്ക് പോകുമ്പോ സ്ത്രീകൾ ഒഴിവാക്കലാണ് നല്ലത്. കാരണം അത്രയ്ക്കും തിരക്കും കാര്യങ്ങളും പോക്കറ്റടിയും വലിച്ചും അതൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടതാണതും. മക്കല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അങ്ങനെ പോകണ്ട. അതൊക്കെ അവിടെ അതിനു വേണ്ടി വരുന്ന ആളുകളുണ്ട്, ഉമ്രക്കും അല്ലാതെ. ബാധ്യതകളൊക്കെ തിരിച്ചറിയാൻ സഹകരിക്കുക, അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ചിലപ്പോൾ നമ്മളെ റൂമിൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരു പക്ഷെ വിചാരിച്ച പോലെ റൂം ഇട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളിവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടാണ് അങ്ങോട്ട് പോണത്. അവിടെ ചെന്ന് ഇറങ്ങി ഹോട്ടലിന്റെ അവിടെ എത്തുമ്പോൾ പറയാണ്, നിങ്ങൾക്കൊന്നും റൂം റെഡി ആയിട്ടില്ല. നമ്മൾ എന്താ ചെയ്യാ? അവരെല്ലാം നമുക്ക് ഉറപ്പ് പറഞ്ഞതാണ്. നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് പറയണത് റൂം റെഡി ആയിട്ടില്ല. നിങ്ങളോട് അങ്ങനെ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ വിളിക്കും, അമീറിനെ വിളിക്കും. നിങ്ങൾ അമീറിനെ വിളിക്കും, അവിടെ നിന്ന് ഈ അമീറിനെ വിളിക്കും അല്ലെ? ആകെ പ്രശ്നം. അമീർ ട്രാവൽസിൽ വിളിക്കും, ട്രാവൽസിൽ നിന്ന് അങ്ങോട്ട് വിളിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. അതൊക്കെ കോണ്ടാക്ട് ചെയ്യണം. പക്ഷെ അവിടെ ഒക്കെ വന്നാൽ ഉംറ എന്ന് പറഞ്ഞാൽ എന്താ സാധനം, ഉംറ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാല് അത് നിങ്ങൾക്ക് കഴിയുമ്പോ മനസ്സിലാവും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ശരീരം വൃത്തിയാക്കുക, റെഡിയാക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള പ്രാർത്ഥനകൾ അതൊന്നും മറക്കരുതാരും. എപ്പോഴും പ്രാർത്ഥിക്കണം. ഇതിന്റെ ഒക്കെ പ്രാധാന്യവും അതിന്റെ ഒക്കെ പ്രത്യേകതയൊക്കെ ഇൻഷാ അല്ലാഹ് മൗലവി നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരും. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നമ്മൾ എന്തിനാ ജീവിക്കണേ? ഭക്ഷണം കഴിക്കാനാ? മക്കളെ നോക്കാനാ? ഭാര്യയെ നോക്കാനാ? ഭർത്താവിനെ നോക്കാനാ? ഭർത്താവിന്റെ ഡ്രസ്സ് അയൺ ചെയ്യാനാ? അല്ല, അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കണാണ്. നമ്മൾ ജീവിക്കണത് പ്രാർത്ഥിക്കാനാ. എന്തിനാ? ഇബാദത്ത് ചെയ്യാനോ. മഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചവൻ നമ്മളെ സൃഷ്ടിച്ചത് അല്ലേ? നമ്മൾ ഏറ്റവും പ്രയോറിറ്റി എന്തിനാണ്? ഇബാദത്തുകൾക്കാണ്, നിസ്കാരങ്ങൾക്കാണ്. പക്ഷെ നമ്മൾ നേരെ മറിച്ച പ്രയോറിറ്റി കല്യാണത്തിനാ. കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സൽക്കാരമൊക്കെ കഴിഞ്ഞ് അന്ന് 5 കൂടി ഒന്നിച്ച കല്യാണത്തിന്റെ അന്ന്. അങ്ങനല്ല, കല്യാണം സെക്കൻഡറി ആണ്. ഫസ്റ്റ് എന്താണ്? നിസ്കാരമാണ്. അതിനാണ് അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത്. ശരി. അപ്പോ എപ്പോഴും പ്രാർത്ഥിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനകളുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ, നമ്മൾ മനസ്സിലാക്കിയാലുണ്ടല്ലോ, ജീവിതത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കൂല. ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒഴിവാക്കൂല. അള്ളാന്റെ സംരക്ഷണം നമുക്ക് തരുമെന്ന് ഉറപ്പ് പറയുന്ന പ്രാർത്ഥനയാണത്. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചെത്തുന്നത് വരെ പടച്ച റബ്ബിന്റെ സംരക്ഷണം നമുക്കുണ്ടാകും എന്ന് ഉറപ്പ് പറഞ്ഞ ദുആയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു. ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പ്രാർത്ഥിക്കണം കേട്ടോ. ശരി. ഇഹ്റാമിന്റെ കുളിയും ഇഹ്റാമിലേക്കുള്ള കുളിയും നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ നടത്തണം കേട്ടോ. ഷമീർ സലായും മൗലവിയും ഉണ്ട്. ഞാനീ പറയുന്നതിലേ ഞാന് നാട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള രൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസം നീ പറയണം കേട്ടോ. അതെ, ഞാൻ സ്ലൈഡ് ഏകദേശം തയ്യാറാക്കി നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഉംറയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇഹ്റാമിനുള്ള കുളി നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് നിർവഹിക്കണം കേട്ടോ. ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള ഒരു കുളിക്കുന്നു എന്നുള്ളൊരു നിയത്തോടു കൂടെ എന്ത് ചെയ്യാം? നമ്മള് വീട്ടിൽ നിന്ന് കുളിച്ച് റെഡി ആവണം. വീട്ടിൽ തന്നെ. കാരണം എയർപോർട്ടിൽ വെച്ച് കുളിക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ ഈ കുളി നമുക്ക് അവിടെ വെച്ച് കുളിച്ചാൽ മതി, മീക്കാത്തി വെച്ച് കുളിച്ചാൽ മതി. പക്ഷെ മീക്കാത്തിന്റെ അവിടെ ഇറങ്ങൂല. കാരണം നമ്മൾ ഫ്ലൈറ്റിലായിരിക്കും ആ സമയത്ത്. മേലെ കൂടാണ് പോവുക. അവിടെ വെച്ച് ഇറങ്ങാൻ പറ്റില്ലല്ലോ, ഫ്ലൈറ്റ് വെച്ച് കുളിക്കാനും പറ്റില്ലല്ലോ.
എയർപോർട്ടിൽ വെച്ചിട്ടും കുളിക്കാനുള്ള സൗകര്യമൊക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ്? വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ നിങ്ങൾ ഇന്ന് റെഡിയായിട്ട് കുളിച്ച് റെഡിയായിട്ട് പോകാം. ശരി, ഇതൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രയാസത്തിന്റെ ഭാഗമാണ്, വലിയ പ്രയാസമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്, യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രയാസത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ശിക്ഷയുടെ ഒരു ഭാഗം കൂടിയാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര ട്രാഫിക് ഉണ്ട് അല്ലെ? വിചാരിച്ച ടൈമിന് എത്തുന്നില്ല, അപ്പോഴേക്കും എന്തെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആകണം, ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ വിചാരിച്ച പോലെ ഭക്ഷണം കിട്ടൂല, ഹോട്ടൽ തുറന്നിട്ടുണ്ടാവൂല. ഇപ്പൊ പ്രത്യേകിച്ച് ഗ്യാസ് ഒക്കെ തീർന്നുകൊണ്ട് പല ഹോട്ടലുകൾ അടച്ചു, വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എന്ത് ചെയ്യില്ല, ഫ്ലൈറ്റ് അവിടെ ചെല്ലുമ്പോഴാണ് ഷെഡ്യൂള്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇന്നലെ വന്ന ഞാൻ വരുമ്പോൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ, എന്റെ 2:40 ഫ്ലൈറ്റ്, 1:50 പോരേണ്ട എക്സ്പ്രസ് മണിക്കൂറുകൾക്ക് മുമ്പാണ് ക്യാൻസൽഡ് എന്ന് അറിയിച്ചത്. എല്ലാവരും വന്ന് എയർപോർട്ടിൽ നിന്ന് കരയാം, കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം. എന്താ ചെയ്യാ? ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര പ്രയാസം ഉണ്ടെന്നറിയോ? അപ്പം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷെഡ്യൂൾ ചെയ്യാ, അതനുസരിച്ച് മുന്നോട്ട് പോവാ, തവക്കുൽ ചെയ്യാം. ബാക്കി അതിനിടയിൽ വരുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് അത് തരണം ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക. അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. ഈ പ്രാർത്ഥനകളൊന്നും മറക്കരുത്. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന അതൊന്നും നിങ്ങൾ മറക്കരുത്. എയർപോർട്ടിലേക്ക് എത്താനുള്ള ടൈം നെടുമ്പാശ്ശേരിന്നല്ലേ പോണത്, അതിന്റെ ഡേറ്റും ടൈമും ഒക്കെ ഇൻഷാ അല്ലാഹ് മൗലവി നിങ്ങൾക്ക് പറഞ്ഞു തരും. എപ്പോഴാണ് എത്തേണ്ടത്, ഏത് സമയത്താണ് എത്തേണ്ടത് എന്ന കാര്യവും ഒക്കെ പറഞ്ഞു തരും. ശരി, ഇപ്പൊ നമ്മൾ എവിടെ എത്തി? എയർപോർട്ടിലെത്തി കേട്ടോ. വീട്ടിൽ നമ്മൾ കുളിച്ച് റെഡിയായി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പൊ എയർപോർട്ടിലെത്തി. അൽഹംദുലില്ലാഹ്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇഹ്റാമിലേക്കുള്ള ഒരുക്കങ്ങൾ എയർപോർട്ടിൽ വെച്ച് നടത്തണം. ഇഹ്റാമിലേക്ക് പ്രവേശിക്കൂല നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ട്. ഇഹ്റാമിലേക്കുള്ള ഒരുക്കങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എയർപോർട്ടിൽ വെച്ച് നടത്തണം. ഇഹ്റാമിലേക്കുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. വീണ്ടും ഞാൻ പറയണത്, ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം കെട്ടി എന്നൊക്കെ പറയാറുണ്ട്. അത് ശരിയല്ല. ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ഒന്നാമത്തെ ഒരുക്കം കുളി. അത് എവിടെ നിന്ന് നടന്നു? വീട്ടിൽ നിന്ന് നടന്നു. രണ്ടാമത്തെ ഒരുക്കം നമുക്ക് ഇനിയിപ്പോ നമ്മൾ വുളൂ ചെയ്താൽ മതി അവിടെ പോയിട്ട്. അതൊരു സുന്നത്താണ്. അതതിന്റെ ഇഹ്റാമിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണമെന്നില്ല, വുളൂ ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ അത് നല്ലതാണ് വുളൂ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. എങ്ങനെയാണ് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക എന്നുള്ളതൊക്കെ മൗലവി നിങ്ങൾക്ക് ആ ഡ്രസ് തന്നെ ഉണ്ടല്ലോ അല്ലെ? നിങ്ങൾ ആരെങ്കിലും ഡ്രസ് ഉണ്ടോ? അമീറ ഡ്രസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് മൗലവി കൊടുത്താൽ മതി, മൗലവി കാണിച്ചു തരും. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു തരും കേട്ടാ. പുരുഷന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കും മുമ്പേ എന്ത് ചെയ്യുക? അവരുടെ ശരീരത്തിൽ സുഗന്ധം പൂശ. നമ്മൾ സാധാരണ സുഗന്ധം പൂശ അവിടെ ഡ്രസ്സിലൊക്കെ അല്ലേ? ഇത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കില്ലേ. പുരുഷന്മാര് ശരീരത്തിൽ നല്ലൊരു അത്തർ ആയിക്കോട്ടെ, നമ്മളൊരു അത്തർ കൈ പിടിക്കാം. ആ അത്തർ എന്ത് ചെയ്യണം? പിന്നെ നമ്മള് പുരുഷന്മാര് ശരീരത്തില് പൂശ. ഇതെവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ എയർപോർട്ടിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി ഇത് എയർപോർട്ടിൽ വെച്ച് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ചെയ്യാം. ഇഹ്റാമിലേക്ക് പ്രവേശിക്കും മുമ്പേ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ചെയ്യാം. പറഞ്ഞ് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ, ലാസ്റ്റ് മോലോട് ചോദിക്കണം. നമ്മളെവിടെ? എയർപോർട്ടിൽ. അവിടെ പോയി നമ്മൾ വുളൂ ചെയ്തു. ഇതൊക്കെ ചെയ്യേണ്ടത് അതിന്റെ മറ്റു കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളൊക്കെ ഏകദേശം ഗൾഫിൽ പോയ ആളുകളൊക്കെ ആണല്ലോ. അതിന്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ വെയിറ്റിംഗ് ഗേറ്റ് ഉണ്ടല്ലോ, അവിടെ എത്തുന്നേക്കാൾ മുമ്പായിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് നെടുമ്പാശ്ശേരിയിൽ പോയ ആളുകൾക്ക് അറിയാം, നമ്മൾ ആ ഗേറ്റിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പും ശേഷം ആ സൈഡിലൊക്കെ ആയിട്ട് എന്തുണ്ട്? പിന്നെ നമുക്ക് പ്രയർ റൂം ഉണ്ട്. അവിടെ പ്രത്യേകം എഴുതിച്ചിട്ടുണ്ടല്ലോ, യൂസുഫ് അലി സ്പോൺസർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഡ്രസ്സ്, പുരുഷന്മാര് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, വസ്ത്രം ധരിക്കാം. സ്ത്രീകൾക്ക് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? ഇഹ്റാമിന്റെ ഡ്രസ്സൊക്കെ ധരിച്ചു പോകാം. കാരണം അവിടെ പോയിട്ട് പിന്നെ ഡ്രസ്സ് മാറലും ചേഞ്ച് ചെയ്യലും ഒക്കെ പ്രയാസമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ശരി, സുഗന്ധം പൂശി. ദേഹത്താണ് കേട്ടോ സുഗന്ധം പൂശേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ഒരു ആവശ്യമെങ്കിൽ, ഇഹ്റാമിലേക്കുള്ള നിസ്കാരം എന്നല്ല,
ഇഹ്റാമിലേക്ക് പ്രവേശിക്കും മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമൊന്നുമില്ല. പക്ഷേ നമുക്ക് പള്ളിയിൽ പ്രവേശിച്ച ഒരു സുന്നത്തോ തഹിയ്യത്ത് നിസ്കാരമോ അല്ലെങ്കിൽ വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമോ ഒക്കെ നമുക്ക് നിർവഹിക്കാം. ഇനി അതല്ല ഏതെങ്കിലും ഫർളായ നമസ്കാരത്തിന്റെ സമയമാണെങ്കിൽ അത് നമുക്ക് നിർവഹിക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള നിയ്യത്ത് മാത്രമാണ്. ഈ നിയ്യത്ത് എവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്? പിന്നെ എയർപോർട്ടിൽ വെച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ എവിടെ വെച്ചിട്ടാ? അത് മീഖാത്തിലാണ്. നമ്മുടെ മീഖാത്ത്, നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളുടെ മീഖാത്ത് എവിടെ മുതൽ? യലംലമാണ്. യലംലം നമ്മൾ ജിദ്ദക്ക് ഒരു ഏകദേശം 1/2 മണിക്കൂർ മുമ്പാണ്. ജിദ്ദ എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് ജിദ്ദക്ക് ഒരു 1/2 മണിക്കൂർ മുമ്പാണ്. അപ്പൊ നമ്മള് ഫ്ലൈറ്റിൽ അനൗൺസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലേ? ഫ്ലൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും. അതെ, ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റോളം പറഞ്ഞിട്ടേ അപ്പൊ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ പരസ്പരം ഒന്ന് ഉണർത്താം. എന്നിട്ട് റെഡിയായി ഇരിക്കുക. മീഖാത്ത് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായാൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പേ ഒരു 5 മിനിറ്റ് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഇപ്പൊ നമ്മൾ എവിടെയാണ്? ഫ്ലൈറ്റില് അല്ലെ? ഫ്ലൈറ്റിൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഇവിടം വരെ ഓക്കെ ആണോ? നമ്മൾ ഉംറ ചെയ്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. ഉംറക്കുള്ള ഒരുക്കങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഇഹ്റാം. ആ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കം വീട്ടിൽ നിന്ന് കുളിച്ച് റെഡിയാവാം. സ്ത്രീകൾ വീട്ടിൽ നിന്ന് വെച്ച് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കുക. പുരുഷന്മാർ എയർപോർട്ടിൽ വെച്ചിട്ട്, ഇനി വീട്ടിൽ നിന്ന് പുരുഷന്മാർ ധരിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടെ നല്ല എന്താണ്, എയർപോർട്ടിൽ വെച്ച് കുറച്ച് നേരത്തെ പോകണം. ലാസ്റ്റ് ടൈമിൽ പോയി അവിടെ ബേജാറാവരുത്. കുറച്ച് നേരത്തെ പോയി നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം ഗേറ്റിന്റെ മുമ്പ് പ്രയർ റൂം ഉണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? നിങ്ങള് പിന്നെ പുരുഷന്മാര് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കാം. ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർക്ക് 2 ഡ്രസ്സ് മാത്രമാണ്. ഇതിലുണ്ടാ ഡ്രസ്സ്. പുരുഷന്മാർക്ക് ഇതല്ലാത്ത വേറെ ഡ്രസ്സ് പാടില്ല. അടിവസ്ത്രങ്ങളൊന്നും പാടില്ല പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് അത്തരം പ്രത്യേകമായ നിബന്ധനകളില്ല. അവർ മുഖം മറക്കേണ്ടതില്ല. കയ്യും ഗ്ലൗസ് ഉണ്ടല്ലോ, അതും ധരിക്കേണ്ടതില്ല എന്നാണ്. ബാക്കിയെല്ലാം സ്ത്രീകൾക്ക് അനുവദനീയമാണ്. സോക്സ് ധരിക്കാം. സാധാരണ അവർ പർദ്ദ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ അവർക്ക് ധരിക്കാൻ കുഴപ്പമില്ല എന്നല്ല ധരിക്കാം. അതേസമയം പുരുഷന്മാർക്ക് എന്ത് പാടില്ല? 2 വസ്ത്രങ്ങൾ മാത്രം. ഒന്ന് ഉടുക്കുവാൻ, മറ്റൊന്ന് പുതക്കുവാൻ. വേറെ ഡ്രസ്സ് ഒന്നും പാടില്ല. ബെൽറ്റ് ധരിക്കാം പുരുഷന്മാർക്ക് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഈ ഏറ്റത്തെ ഒരാള് കണ്ടോ ആ ഭാഗത്ത്? അതുപോലെ നിങ്ങൾ ഡ്രസ്സ് ധരിക്കരുത് ഇഹ്റാമിൽ. എപ്പോ? പ്രവേശിച്ച ഉടനെ. ഇഹ്റാമിൽ പ്രവേശിച്ച ഉടനെ ഈ പിന്നെ നമ്മുടെ ഈ വലത് ഷോൾഡർ ഒഴിവാക്കിയിട്ടുള്ള രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വലത് ഷോൾഡർ ഒഴിവാക്കിയിട്ടുള്ള രൂപത്തിൽ ധരിക്കാൻ പാടില്ല. അത് ധരിക്കാണ്ട് വേറെ സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കത് ധരിച്ചാൽ മതി കേട്ടോ. കാരണം ചില ആളുകളൊക്കെ അങ്ങനെ കാണിക്കാണുമ്പോഴേ നമുക്കും ഡൗട്ട് തോന്നും, ഞങ്ങൾ അമീർ പറഞ്ഞത് ശരിയായില്ലേ, നിങ്ങൾ അമീർ പറയാൻ മറന്നോ എന്നൊക്കെ വിചാരിക്കും. അപ്പോ വലത് ഷോൾഡർ ഒഴിവാക്കിയിട്ട് ആ സമയത്ത് നിങ്ങൾ ധരിക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിന് മുൻപേ ആണ് ഇനി പറയാൻ പോണ കാര്യങ്ങളൊക്കെ തീർക്കേണ്ടത്. ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ കഴിയുന്നത് വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും പാടില്ല. നഖം മുറിക്കൽ, മുടി നീക്കം ചെയ്യലൊന്നും പാടില്ല. മുടി നീക്കം ചെയ്യുന്നതോടെ നമ്മൾ തഹല്ലുലാവാണ്. അത് ലാസ്റ്റാണ്. ഇനി അവിടെ പോയിട്ട് അവിടെ ചെന്നപ്പോഴാണ് റൂമിലിരിക്കുമ്പോഴാണ് കണ്ടത് ഓർമ്മ വന്നത്. ഉംറയ്ക്ക് മുമ്പേ നമ്മൾ നേരെ റൂമിലേക്കാണല്ലോ പോവാ. അവിടെ ചെന്നപ്പോഴാണ് കയ്യും കാലൊക്കെ അപ്പോ തിരക്കിനിടെ നഖം മുറിക്കാൻ മറന്നോയല്ല അല്ലെ, എന്നാ നെൽക്കട്ട എടുത്തൊന്നും പറ്റൂല. അതൊക്കെ ഉംറ കഴിഞ്ഞിട്ട് കേട്ടോ. ഉംറക്ക് മുമ്പേ അതൊന്നും പാടില്ല. അറിയാതെ നഖം പിന്നെ നഖം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പെട്ടെന്ന് നമ്മൾ അറിയാണ്ടൊക്കെ വലിച്ചു പോകുന്ന പ്രശ്നമൊന്നുമില്ല. മനഃപൂർവ്വം എന്ത് ചെയ്യരുത്, ഈ പരിപാടിക്ക് നിൽക്കരുത് എന്നർത്ഥം. അനാവശ്യമായ സംസാരവും തർക്കവും പാടില്ല. ബാക്കിയുള്ള ടൈമിൽ പറ്റൂന്നാ അല്ല, അത് നേരത്തെ പറഞ്ഞു പാടില്ല. പ്രത്യേകിച്ച് ഉംറയിൽ തീരെയും പാടില്ല. നിങ്ങൾ ജിദ്ദ എയർപോർട്ടിലൊക്കെ കണ്ട് ചെന്നിറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആകെ ബേജാറാവും. ക്ഷമൊക്കെ അങ്ങോട്ട് പരീക്ഷിക്കും അള്ളാഹു കേട്ടോ. ഇത്തരം കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷമ പരീക്ഷിക്കാനാ. ഇതെന്തിനാ അള്ളാഹു ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ പറഞ്ഞത്? എന്തിനായിരിക്കും? അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം. അവിടെ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമൊക്കെ എന്ന് പറയാൻ കാരണം നമ്മുടെ ക്ഷമ പരീക്ഷിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് മദീനയിൽ നിന്ന് ഉംറ ചെയ്യാൻ വേണ്ടി വരികയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും സംഭവം, ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞിട്ട്. പണ്ട് മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മൾ മറന്നുപോയ വിഷയം. ഇടക്കൊക്കെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പം ഏകദേശം 1 മാസക്കാലത്തോളം
നടന്ന് ക്ഷീണിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, മക്കത്തേക്ക് എത്താൻ പോവാണ്. കുറച്ചും കൂടെ നടന്ന മക്കത്തേക്ക് എത്തും. അവിടെ വെച്ച് ശത്രുക്കൾ തടഞ്ഞു. ഇനി പറ്റൂല എന്ന് പറഞ്ഞു, ഇനി പ്രവേശിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ വർഷം നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ചരിത്രം നിങ്ങൾക്കറിയാം. അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? 1 മാസക്കാലം നടന്ന് ക്ഷീണിച്ച് യാത്ര ചെയ്ത് മക്കത്തെത്തി ഉംറ ചെയ്യാതെ തിരിച്ചു പോരാൻ, മക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ. നമുക്ക് ഇത്തരം ഏകദേശം ഇവിടുന്ന് എത്ര കിലോമീറ്റർ നമ്മൾ അങ്ങോട്ട്? 2000 അല്ലെ? ഏകദേശം 2000 അത്തരം 3500 കിലോമീറ്റർ അവിടെ നിന്ന് ഉണ്ടല്ലോ, ദുബായിൽ നിന്നുണ്ടല്ലേ, ഓർമ്മയില്ല. ഏതായിരുന്നാലും പിന്നെ അത്രയും ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ 4.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ പോരെ, മതി. ഇത് മദീനത്ത് നിന്ന് മക്കത്തേക്ക് 1 മാസം നടന്ന് ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് അവിടെ എത്തിയിട്ട് പറയാണ് ഉംറ ചെയ്യാൻ പറ്റില്ല, പോയിക്കോളാൻ. നമ്മളോട് ഇതെല്ലാം കഴിഞ്ഞ് റെഡിയായി അവിടെ ചെന്ന് ഇറങ്ങി എയർപോർട്ടിൽ ഇറങ്ങാൻ നേരത്ത് പറയാണ്, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പറയാണ് ഇവിടുന്നാണ് പോകാൻ പറ്റും, തിരിച്ചു പോയിക്കോളാൻ. പറയുമ്പോൾ എന്ത് ചെയ്യാ? നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും? അള്ളാഹു അത്തരം പരീക്ഷകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇത് പറയുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിക്കണം. നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് റെഡിയാക്കി, അതിനുള്ള സൗകര്യങ്ങൾ റെഡിയാക്കി, നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോണത്. അതിനിടയിൽ ഇത്തരം പ്രയാസങ്ങൾ വന്നാൽ നമ്മുടെ നിലപാട് എന്താണ്? അതിനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, ഉംറയിൽ ഒരാൾ പ്രവേശിച്ചാൽ, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ, ഇഹ്റാം കഴിയുന്നത് വരെ അനാവശ്യവും തർക്കവും ഒരു കാരണവശാലും പാടില്ല. സാധാരണ ഒരു സമയത്തും പാടില്ല എന്നല്ലേ, അതിൽ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം, ക്ഷമ പരീക്ഷിക്കുന്ന പല ഘട്ടങ്ങളുണ്ടാകും. അവിടെ ക്ഷമിക്കുക നിവൃത്തിയുള്ളൂ. എന്തിനാ ക്ഷമിക്കണത്? പ്രതിഫലം കിട്ടാൻ. എന്തിനാ അള്ളാഹു അങ്ങനെ പരീക്ഷിക്കണത്? എന്തിനാ? നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടാ? അല്ല, നമ്മളോട് ഇഷ്ടം ഉണ്ടായിട്ട്, നമുക്ക് കൂടുതൽ പ്രതിഫലം തരാൻ, അല്ലെ? നമ്മളെ മക്കൾ ഇങ്ങനെ ഓടിക്കളിക്കാണ് വീട്ടില്. ചില സമയത്ത് ഓടിക്കളിക്കുന്ന മക്കളെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചില സമയത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തും. മക്കൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. നമുക്ക് എന്താണ് മക്കളോട്? അവന് കളിക്കാൻ പാടില്ല, അവനെ വിടാൻ പാടില്ല എന്ന് വെച്ചിട്ടാ? അല്ല, അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പിടിച്ചിർത്തിയത്. നമുക്കത് മനസ്സിലാവൂല. അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാവൂല. അത് അള്ളാഹ്ക്ക് നമ്മളോട് എന്തുണ്ട്? ഭയങ്കര ഇഷ്ടമായിരിക്കും. അള്ളാഹു സഹിക്കാൻ കഴിയാത്ത എല്ലാ ചെറുതും വലുതുമായ പരീക്ഷണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ചില പരീക്ഷണങ്ങൾ വന്നാലേ നമ്മൾ എത്ര പറഞ്ഞാലും കേട്ടാലും പിടിച്ചേക്കാൻ കഴിയില്ല. ചില ആളുകളുടെ പരീക്ഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാല്. ശരി, സുഗന്ധം പിന്നെ ഉപയോഗിക്കാൻ പാടില്ല, അത് നേരത്തെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു, ഇനി അത് പാടില്ല. തുന്നിച്ചേർത്തിയ വസ്ത്രം ധരിക്കുക, ഇതിനും ഡൗട്ട് പറയണേ. തുന്നിച്ചേർത്തിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇതൊക്കെ പുരുഷന്മാർക്കാണേ. തുന്നിച്ചേർത്തിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പുരുഷന്മാർ പിന്നെ തലമറക്കാൻ പാടില്ല. സാധാരണ തൊപ്പി ധരിക്കുന്നവർ, ടവല് ധരിക്കുന്നവരൊന്നും ഇനി എന്ത് ചെയ്യാൻ പാടില്ല? ഉംറ കഴിയുന്നത് വരെ ഇതൊന്നും പാടില്ല. സ്ത്രീകൾ മുഖവും മുൻകൈയും മറക്കൽ, വിവാഹ അന്വേഷണം, ലൈംഗിക താല്പര്യത്തോടെയുള്ള സംസാരം, ബന്ധങ്ങൾ, ഇതൊന്നും ഏതുവരെ പാടില്ല? തഹല്ലുലാകുന്നത് വരെ, അഥവാ മുടിയെടുക്കുന്നത് വരെ പാടില്ല. അല്ലെ? ഇപ്പൊ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയുന്നവരാണോ? ഏകദേശം അറിയാം. എന്നാൽ ഈ യാത്രയിൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നുണ്ട്, എറണാകുളത്ത് നിന്നുണ്ട്, മലപ്പുറത്ത് നിന്നൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളെ സംഘത്തില്. നിങ്ങൾ അവിടെ ചെന്നിറങ്ങി യാത്രക്ക് ഒരേ സമയത്ത് കുറെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവരോട് പരിചയപ്പെടും, ഭയങ്കര ബന്ധവും. അപ്പോഴാണ് കുടുംബത്തെ കുറിച്ച് ചോദിക്കും. വിശേഷം, എനിക്ക് 3 കുട്ടികളാ, മൂത്താൻകുട്ടിക്ക് 26 വയസ്സായി, കല്യാണമൊക്കെ നോക്കണം. അപ്പോൾ നമ്മളെ പെൺകുട്ടിയെ 21 വയസ്സ് ഓർമ്മ വരുന്നത്, അല്ലെ? അപ്പൊ കുട്ടിനെയും കണ്ടെല്ലാം കണ്ട് നമുക്കൊന്ന് ആലോചിച്ചോടാ. അവർക്ക് ആലോചിക്കാം. അതെപ്പോ? തഹല്ലുൽ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് അത്തരം ആലോചനയും ബന്ധം ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചതാണ്. ഇഹ്റാമിൽ അനുവദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുളിക്കാം. സോപ്പ് എന്ന് പറഞ്ഞാല് സുഗന്ധം വരാത്ത സോപ്പുകളൊക്കെ ഒഴിവാക്കാണ് നല്ലത്. വുളു പുതുക്കാം, ബെൽറ്റ്, ചെരുപ്പൊക്കെ ധരിക്കാം, വിശ്രമിക്കാൻ ധാരാളം ആവശ്യാനുസരണം, ഇഹ്റാമിന്റെ വസ്ത്രം ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ കുട, നല്ല വെയിലുണ്ടെങ്കിൽ കുടൊക്കെ എടുക്കാം, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മൗലവിയോട് ചോദിച്ചാൽ മതി. ശരി, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെല്ലേണ്ട ദിക്ർ എന്താണ്? തൽബിയത്താണ്. ഏറ്റവും വലിയ ദിക്ർ. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ ഏറ്റവും വലിയ ദിക്റാണ് ഇത്, തൽബിയത്ത്. തൽബിയത്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. ഒന്ന് ചൊല്ലി എല്ലാവരും തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്
ലാ ശരീക ലക്, ഇതൊക്കെ ബൈഹാട്ടാക്കണം എല്ലാവരും, അറിയാതെ ബൈഹാട്ട് ആയിക്കോളും കേട്ടോ. ഇതിന്റെ പ്രാധാന്യവും അർത്ഥവും ഒക്കെ ഇൻഷാ അല്ലാഹ് യാത്രയിലും അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. വലിയ പ്രതിഫലമാണ് കേട്ടോ. ഓരോ ആണും പെണ്ണും ഒക്കെ എന്ത് ചെയ്യണം, ഇത് ഉച്ചത്തില് ചൊല്ലണം. സ്ത്രീകൾ ശബ്ദം താഴ്ത്തി പറഞ്ഞാല് മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറയണേ. ഉണ്ടോ? പറയണേ. പുരുഷന്മാർ ഉച്ചത്തിലും സ്ത്രീകള് പതുക്കയും ഒക്കെയായി തരണം. നമ്മളിപ്പോ എവിടെ എത്തി? ജിദ്ദ എയർപോർട്ടിലെത്തി. അവിടെ എത്തിയോ? അല്ലേ? നമ്മൾ ജിദ്ദ എയർപോർട്ടിലെത്തി കേട്ടോ. ശരി, അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, നമുക്കുള്ള ബസ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. ആ ബസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ അവിടുത്തെ ആളുകൾ ഉണ്ടാവും. അവർ വന്ന് നമ്മളെ ഇന്ന ബസ്സാണ് നിങ്ങൾക്ക്, ആ ബസ്സിൽ നമ്മൾ ഇങ്ങനെ കയറാണ് കേട്ടോ. ഇതൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കാൻ എളുപ്പമാണ്. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെതായ, കാരണം ലോകത്തുള്ള മുഴുവൻ ആളുകളും വന്ന് ഇറങ്ങുന്ന എയർപോർട്ടാണല്ലോ, അപ്പൊ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ. ശരി, നമ്മൾ അങ്ങനെ പോവാണ്, മക്കയിലേക്ക് പോവാണ്. എവിടെ പോവാണ്? മക്കയിലേക്ക് പോവാണ്. അവിടെ കുറച്ചിങ്ങനെ ചെല്ലുമ്പോ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവും, ലിൽ മുസ്ലിമീന ഫഖത്ത്, അല്ലെ, മുസ്ലിംസ് ഓൺലി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആർക്കും പ്രവേശിക്കാൻ പാടില്ല, മുസ്ലിം അല്ലാത്ത ഒരാൾക്കും പ്രവേശിക്കാൻ പാടില്ല. മനസ്സിലായോ? മുസ്ലിം അല്ലാത്ത ഒരാൾക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ആരായി മാറണം? ആരായി മാറണം? മുസ്ലിം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇനി ആ മുസ്ലിം അല്ല ഇവനെ ഉംറക്ക് പോവോ? അല്ലെ? ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു എന്ത്? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നീ യഥാർത്ഥ മുസ്ലിം ആവണം. ആരോടാ പറഞ്ഞത്? ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിച്ചോ, ഞാൻ മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചോ? ഞാനൊരു പ്രവാചകനല്ലേ എന്ന് ചോദിച്ചോ? ഉടൻ പറഞ്ഞു ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ഇതാ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം അവർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുള്ളൂ. മക്കയിലേക്ക് നമ്മൾ പോവാണ്. അങ്ങനെ റൂമിലേക്ക് പോകും. റൂമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ വിശ്രമിക്കും. ചിലപ്പോ ഭക്ഷണം കഴിക്കേണ്ട ടൈമാണെങ്കിൽ ഭക്ഷണം കഴിക്കും. ഡ്രസ്സ് പിന്നെ ചേഞ്ച് ചെയ്യേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ ധരിക്കും. ആ സമയത്തൊക്കെ ഓർമ്മ ഉണ്ടാവണം എന്ത്? നമ്മള് പിന്നെ ഇഹ്റാമിലാണ്. ഇഹ്റാമിൽ നിഷിദ്ധമായ ഒരു കാര്യം ആ സമയത്ത് പാടില്ല. മനസ്സിലായോ? ഇഹ്റാമിൽ നിഷിദ്ധമായതൊന്നും ആ സമയത്ത് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഉംറ കഴിഞ്ഞിട്ട്. ശരി, നമ്മൾ ഉംറയിലേക്ക് പ്രവേശിക്കാണ്. പ്രവേശിച്ചൂടെ? ഉംറ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് ഉംറ എന്ന് പറഞ്ഞാൽ. ഒന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം, മറ്റൊന്ന് തവാഫ്, മറ്റൊന്ന് സഅയ്, അതേപോലെ തന്നെ മുടി കളയൽ. ഇത് 4 ഉള്ളൂ. എന്താ നിസ്കാരം എന്ന് പറഞ്ഞാല്? നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ, നമുക്കറിയാം എന്തൊക്കെയാണ് നിസ്കാരത്തിന്റെ രൂപം എന്താണെന്നൊക്കെ അറിയില്ല. അതേപോലെ ഉംറയുടെ രൂപമാണത്. ഈ 4 കാര്യങ്ങളാണ്. ഒന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചത്, ഓൾറെഡി നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് തവാഫ്, അത് ചെയ്യാൻ പോവാണ്. സഅയും ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മുടി കളയണം. ഈ 4 കാര്യങ്ങളെ എവിടെയുള്ളൂ? ഉംറയിൽ നമുക്ക് ചെയ്യാനുള്ളൂ. ശരി, നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് പോവാണ്. പരിശുദ്ധമായ ലോകത്ത് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ഒന്നാമത്തെ ഭവനാണ്. ഏതൊരു പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അല്ലെ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഇതൊക്കെ നമ്മുടെ ഈ പള്ളി കയറിയാലും അപ്പുറത്തെ പള്ളി കയറിയാലും അവിടുത്തെ പള്ളി കയറിയാലും ഒക്കെ ഈ പ്രാർത്ഥന എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം കേട്ടോ. അതേപോലെ തന്നെ ആ പള്ളിയിൽ കയറുമ്പോഴും ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാം. പിന്നെ നിങ്ങളോട് പറഞ്ഞു തരും, കഴിയുന്നതും ചെറിയൊരു ഈ ബാഗ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇതല്ലാത്തൊരു ബാഗ് നിങ്ങളുടെ തോളില് കയ്യിൽ വെക്കാൻ പറ്റിയ ഒരു ബാഗ് ഉണ്ടല്ലോ, അത് കരുതുന്നത് നല്ലതാണ് കേട്ടോ. ചെറിയ ബാഗ് സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകണം. ഇപ്പൊ ചെറിയ പെൺകുട്ടികളെ കുട്ടി നടക്കുന്ന ബാഗിൽ ഇതിലെ കൂടെ, കാരണം നമ്മളെ ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പ്, മൊബൈല്, അങ്ങനെ ആവശ്യമുള്ള എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ട് നടക്കാൻ. അത് പുറത്തു കൂടെ ഇടാൻ പാടില്ല, ഫ്രണ്ടിൽ കൂടെ കഴിയുന്നിടണം. പുറത്തു കൂടെ ഇട്ടാൽ ചിലപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫ്രണ്ടിൽ കൂടെ ഇടണം, എന്നാൽ നമുക്കത് മനസ്സിലാവുമല്ലോ. കാരണം മൊബൈൽ കയ്യിൽ പിടിച്ചാൽ പോകാൻ അത് ആണുങ്ങളും ശ്രദ്ധിക്കാം. കയ്യിൽ പിടിച്ചാൽ ചിലപ്പോ വിചാരിച്ചോ നമുക്ക് എപ്പോഴും പിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചെരുപ്പ് അവിടെ ചെല്ലുമ്പോഴാണ് പഠിച്ചോനെ ഇവിടുത്തെ പോലെ പുറത്തൊക്കെ ഉരുട്ട് കയറി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ എന്താവും? നമ്മളെ ചെരുപ്പൊന്നും കാണൂല. അപ്പൊ നോക്കിയിട്ട് പാകമുള്ളവരെ ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ? അതൊന്നും പറ്റൂല, അതൊന്നും എടുക്കാൻ പാടില്ല. നമ്മളെ പോയാലോ പോയി, പിന്നെ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ഇട്ട് പോകാൻ പാടില്ല. അത് കവറിൽ ഇട്ട് പിടിക്കണം. പക്ഷെ കവറിലിട്ട് അത് പിടിച്ചൊരു കയ്യിൽ മൊബൈലൊക്കെ ആയിട്ട് തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രയാസമായിരിക്കും. അതില്ലായിരിക്കും ഏറ്റവും നല്ല എന്താണ്?
ഒരു ചെറിയൊരു ബാഗ് നമ്മുടെ ഫ്രണ്ടിൽ ഇടാൻ പറ്റിയ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അതിൽ നമ്മളെ ചെരുപ്പും നമ്മുടെ മൊബൈലും ഏറ്റവും ചുരുങ്ങിയത് അത് കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സംവിധാനം, ഒരു ബാഗ് നിങ്ങളെടുത്ത് ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുകയാണ്. ശരി, ഇതിനകത്തുണ്ടോ? മാഷാ അല്ലാഹ്, ഇത് മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല, ബാക്കിൽ ഇട്ടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിലൊക്കെ ആരും എടുത്തിട്ടുണ്ടോ ചിലപ്പോൾ പറയാം, നമ്മളാകെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയമായിരിക്കും, അത്രയും തിരക്കുണ്ടാവുമല്ലോ. അപ്പൊ അതിനിടയിൽ ചിലപ്പോ ശരി, നമ്മൾ റൂമിലുള്ളപ്പോഴും തൽബിയത്ത് ചൊല്ലണം. റൂമിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പോകാണ് എവിടേക്ക്? ഹറമിലേക്ക് പോവാണ്, പള്ളിയിലേക്ക് പോവാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ തൽബിയത്ത് ചൊല്ലണം. എന്താ ചൊല്ലേണ്ടത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ പോകണം. അങ്ങനെ നമ്മൾ പള്ളിക്ക് പ്രവേശിച്ചും ഇങ്ങനെ ചൊല്ലണം. ഏതുവരെ ചൊല്ലണം? കേട്ടോ, നമ്മളിങ്ങനെ നടന്നു പോകും. നടന്നിങ്ങനെ പോയിട്ട് ആ കഅബ കാണുമല്ലോ നിങ്ങള്, ആ കഅബ കണ്ടാൽ എന്ത് ചെയ്യണം? തൽബിയത്ത് നിർത്തണം. നമ്മളിങ്ങനെ പോയിട്ട് ഇവരിങ്ങനെ തൽബിയത്ത് ചൊല്ലുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയി നമ്മൾ കഅബ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? തൽബിയത്ത് അവസാനിപ്പിക്കണം കേട്ടോ. അതുവരെ നമ്മൾ ഇങ്ങനെ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം, കഅബ കാണുന്നത് വരെ. അത് നമ്മൾ ഒന്നിച്ച് നടക്കുമ്പോഴും ഒറ്റക്ക് നടക്കുമ്പോഴും റൂമിൽ ഇരിക്കുമ്പോഴും റൂമിൽ കിടക്കുമ്പോഴും ഒക്കെ തൽബിയത്ത് നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ കഅബ ഇങ്ങനെ കാണുമ്പോ ഒക്കെ ഭയങ്കര പ്രത്യേകമായ ഒരു വികാരമാണ് മനസ്സിൽ. കഅബ എല്ലാവർക്കും അറിയാം. 2-3 കാര്യങ്ങളാണ് കഅബയുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്താനുള്ളത്. ഇതിപ്പോ ഒരു കഅബ ആണെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയാ? മത്വാഫ് എന്ന് പറയും. തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന്. കഅബയുടെ ഇവിടെ ഒരു ഹിജ്ർ ഇസ്മായിൽ ഒരു ചെറിയ അരമതിലുണ്ടാകും, നിങ്ങൾക്ക് കാണാം. അതെന്താണ് അതിന്റെ ചരിത്രം എന്നൊക്കെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതേപോലെ തന്നെ അതില് മറ്റൊന്ന് നമ്മൾ പണ്ട് മുതലേ കേട്ടു പരിചയിച്ച ഒന്നാണ് എന്ത്? ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്ന് കേട്ടിട്ടില്ലേ? എവിടെന്നാ വന്നത്? എവിടെന്നാ? സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. ശരി, മറ്റൊരു ഒന്നാണ് മഖാമു ഇബ്രാഹിം. എന്താണ് മഖാമു ഇബ്രാഹിം എന്നൊക്കെ നിങ്ങൾ പഠിക്കും. ഉംറയുടെ ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ഉംറക്ക് പോയാലുള്ള ഒരു ഗുണം എന്താണെന്നറിയോ? ഒരു ഉംറ പഠിക്കുക, ഉംറ ചെയ്യാന്നതിനേക്കാൾ അതോടൊപ്പം തന്നെ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ദീനീപരമായ ബന്ധവും എന്തുണ്ടാവും നമുക്കിതിലൂടെ കിട്ടും. ചില ആളുകളൊക്കെ പറഞ്ഞാൽ ഒറ്റക്കൊക്കെ പോയി വരാലോ, ഒക്കെ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ബന്ധവും ഈ അറിവൊന്നും എന്തെയില്ല നമുക്ക് ഒറ്റയ്ക്ക് പോയി വരുമ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. റുക്കുനുൽ യമാനി കേട്ടോ, ഇതാണ് ഇത്തരം മൂലകളാണുള്ളത് എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാല് കണ്ടോ, ഇവിടെ ഈ മൂല, ഇതിനാണ് റുക്കുനുൽ യമാനി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട് ഇവിടെ ഒരു കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണിക്കുള്ളൂ. അവിടെ പ്രത്യേക എന്തെങ്കിലും കാണുന്നില്ല. ഇവിടെ ഈ പിന്നെ എന്താ പറയാ, തുണി ഉണ്ടോ, ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ മൂല ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. അത് റുക്കുനുൽ യമാനി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, യമന്റെ മൂല എന്നേ അർത്ഥമുള്ളൂ. യമന്റെ മൂല ആ അർത്ഥേ ഉള്ളൂ റുക്കുനുൽ യമാനി. മറ്റൊന്ന് ഹജറുൽ അസ്വദാണ്. ഇതിന്റെ അകത്താണ് കല്ലുകൾ. ഇതല്ല കല്ല്, ഇതിന്റെ അകത്താണ്. ഇവിടെയാണ് ഹജറുൽ അസ്വദ്. കണ്ടോ, ഹജറുൽ അസ്വദ്. അതേപോലെ തന്നെ അവിടെ മറ്റൊന്നാണ് പിന്നെ മുൽത്തസിം എന്ന് പറയും. കണ്ടോ എന്ന് പറഞ്ഞാൽ ആ ഡോറ് കണ്ടു, ഇവിടെ ഈ ഡോറിന്റെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? സോറി, ഇത് കാണിക്കണത് ഹജറുൽ അസ്വദ് മുത്തന കാര്യം കേട്ടോ. സാധാരണ ആളുകളുണ്ടല്ലോ ഹജറുൽ അസ്വദ് മുത്താന്നൊക്കെ പറയുമല്ലോ, നമ്മൾ വിചാരിക്കും എളുപ്പത്തിൽ ക്യൂ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ. കഴിയുന്നത്ര അതിനുവേണ്ടി റിസ്ക് ഒന്നും എടുക്കണ്ട. അവിടെ ഇതേപോലെ മനുഷ്യന്മാരൊക്കെ ആയിരിക്കും. ഞാൻ അതിങ്ങനെ വീഡിയോ കാണിക്കാൻ കാരണം ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ പോയി മുത്താൻ പറ്റുമോ? പറ്റുന്നവരൊക്കെ ചെയ്തോ. പക്ഷെ നമ്മൾ വല്ലാത്ത ബേജാറായി തിരക്ക് പിടിച്ച് ശക്തി എടുത്ത് മറ്റുള്ളവർ ഉപദ്രവിച്ച് ആക്രമിച്ചിട്ടൊന്നും എന്ത് ചെയ്യണ്ട. നമ്മള് ഹജറുൽ അസ്വദ് മുത്താൻ നിൽക്കരുത് എന്നർത്ഥം കേട്ടോ. നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ട, മറ്റുള്ളവർ മുഖേന നമുക്കും ഉപദ്രവം ഉണ്ടാവേണ്ട. അങ്ങനത്തെ ഒരു അവസരം കിട്ടിയാൽ ഒഴിവാക്കാനും പാടില്ല. ചെറിയ റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും. എനിക്ക് മാത്രമായിട്ട് വിളിച്ചിട്ട് പറ്റൂല, ചിലപ്പൊക്കെ ഉണ്ടാവാം. ജീവിതത്തിൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഒരു പ്രാവശ്യം മുത്താനുള്ള തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. അത് ലാസ്റ്റ് പറ്റൂല എന്ന് വിചാരിച്ച സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കുറച്ചു പേരെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഒഴിവാക്കിയ കൂട്ടത്തില് ഞാനും പെട്ടു.
അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ സ്വസ്ഥമായിട്ട് പോയിട്ട് എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം അത് മുത്താൻ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാല് നമുക്കൊന്നും കഴിയില്ല, സാധാരണക്കാരെ നമ്മളെപ്പോലെ ശരീരം കൊണ്ട് ചെറുതായ ആളുകൾക്കൊന്നും എന്തെങ്കില അതിന്റെ അകത്ത് പോയിട്ട് തിരിച്ചു വരൽ ഒരിക്കലും എളുപ്പമല്ല. അപ്പോ പെണ്ണായാലും ആണായാലും ശ്രദ്ധിക്കാം. പിന്നെ അമീർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ മുൽത്തസിം, ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരെ പറയപ്പെടുന്ന സ്ഥലങ്ങളാണ്. ആ ഡോറും ജസ്റ്റ് ഇങ്ങനെ അമർത്തി വെച്ച് നമ്മുടെ ശരീരം അമർത്തി വെച്ച് ദുആ ചെയ്താൽ, പക്ഷെ ഇതിനൊന്നും ഒരു പക്ഷെ എന്ത് ചെയ്തോളണമെന്നില്ല, നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അത്രയ്ക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോ കേട്ടോ. ഇത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ചിലപ്പോ നിങ്ങള് ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോ ചോദിക്കേ നിങ്ങളിപ്പോ മുൽത്തസിമിന്റെ അടുക്കില്ല. അപ്പൊ നമ്മൾ മുൽത്തസിമോ, എന്താ മുൽത്തസിം, ഞങ്ങൾ അമീറാന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. ഇതൊക്കെ ഇതൊന്നും ഉംറയുടെ ഭാഗമല്ല. അവിടെ പോയാൽ അവസരം കിട്ടിയാൽ ഉപയോഗപ്പെടുത്താന്ന് മാത്രമേ ഉള്ളൂ. ശരി, തവാഫിന്റെ തുടക്കാണ്. ഇനിയാണ് നേരത്തെ പറഞ്ഞല്ലോ നമ്മള് വലത് ഷോൾഡർ ഒഴിവാക്കേണ്ട കാര്യം പുരുഷന്മാര്. ഇനി എന്ത് ചെയ്യണം, തുണി നമ്മള് ഇതുവരെ നമ്മൾ പുതച്ചിരുന്നുവെങ്കിൽ ഇനി വലത് ഷോൾഡർ നമ്മൾ ഒഴിവാക്കണം. വലത് ഷോൾഡർ ഒഴിവാക്കിയിട്ട് പുരുഷന്മാർ മാത്രം, സ്ത്രീകളല്ല, വലത് ഷോൾഡർ ഒഴിവാക്കിയിട്ട് ഇതിന്റെ താഴെ കൂടെ എടുത്തിട്ട് ഈ രണ്ട് മൂലം ഈ ഭാഗത്ത് ഇട്ടിട്ട് എന്ത് ചെയ്ത് കണ്ടോ, ഇതേപോലെ ഡ്രസ്സ് ധരിക്കണം. സ്ത്രീകൾ സാധാരണ പോലെ തന്നെ നേരത്തെ എന്താണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡ്രസ്സ് ധരിക്കാം. ഇതാണ് ആദ്യം അവിടെ ചെന്നാൽ ചെയ്യേണ്ടത്. നമ്മൾ മത്താഫിലേക്ക് ഇറങ്ങി തവാഫിന്റെ തൊട്ട് മുമ്പിലായിട്ട് ചെയ്യേണ്ട, പുരുഷന്മാർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ, ഡ്രസ്സ് വലത് ഷോൾഡർ ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം, അവിടെ ചെന്നിട്ട് ആദ്യം ഹജറുൽ അസ്വദിന് നേരെ ചെന്നിട്ട് നമ്മൾ കൈ ഉയർത്തി, എങ്ങനെ അവിടെ ചെന്ന് കൈ ഉയർത്തിയിട്ട് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയാം. മനസ്സിലായോ? അവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യം അതാണ്. വലത് കൈ ഉയർത്തിയാൽ മാത്രം മതി. ഉയർത്തിയിട്ട് നമ്മളെ കൈയൊന്നും മുത്തൊന്നും വേണ്ട. ബിസ്മില്ലാ അല്ലാഹു അക്ബർ. ഈ ബിസ്മില്ല മറന്നുപോയാലും പ്രശ്നമില്ല. ഒരു കാര്യം തുടക്കം എന്നുള്ള നിലക്കാണ് ബിസ്മില്ല എന്ന് പറയണത്. ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്താം. അത്രയും ചെയ്യാനേ കഴിയുള്ളൂ. ചെയ്യേണ്ട എന്താണ് യഥാർത്ഥത്തിൽ, അവിടെ പോയി മുത്തിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ടിട്ട് ആ കൈയിനെ മുത്തലാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇത് രണ്ടും നമുക്ക് എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞോളണമെന്നില്ല, അല്ലെ? കഴിയാൻ സാധ്യതയില്ല. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കൈ ഉയർത്താം, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. തവാഫ് ചെയ്യേണ്ടത് ആന്റി ക്ലോക്ക് ആണ്. എന്ന് പറഞ്ഞാല് അറിയാം, അവിടെ ചെന്ന് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. നമ്മള് ഇവിടാണ് ഹജറുൽ അസ്വദ് എന്ന് വിചാരിക്കാം. ഇതാണ് ഹജറുൽ അസ്വദ്. ഇതിന്റെ മൂലയിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എന്നിട്ടാണ് നമ്മൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇവിടെ നിങ്ങോട്ട് പോയി തിരിച്ചിവിടെ വരും. ഈ മൂലയുടെ പേരാണെന്ത്, നമ്മൾ പറഞ്ഞോയോ, റുക്കുനുൽ യമാൻ. റുക്കുനുൽ യമാൻ എന്ന് പറയും. ഇവിടെ എത്തുന്നത് വരെയും പ്രത്യേകിച്ച് ദുആകളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റൗണ്ടിൽ ഇന്ന സ്ഥലത്തെത്തും പിന്നെ ദുആ അങ്ങനൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദുആ ചെയ്യാം. ദുആയുടെ മര്യാദയിൽ ഭാഗാക്കാന്നേ മാത്രമേ ഉള്ളൂ. ദുആക്കൊരു മര്യാദ ഉണ്ടല്ലോ, ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട്. അതേപോലെ ഖുർആൻ ഓതാം, നമുക്ക് ഹിഫ്ളുള്ളതൊക്കെ ഓതാം, ആയത്തുൽ കുർസി ഓതാം, ആമന റസൂൽ സ്വലാത്തുകൾ ചൊല്ലാം, ദിക്റുകൾ ചൊല്ലാം. നമുക്ക് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഉംറക്ക് പോകുമ്പോൾ എല്ലാവരോടും പറയൂല, നിങ്ങളെ ബന്ധുക്കളോടൊക്കെ അവരെന്താ പറയാ, ദുആ ചെയ്യണം. നിങ്ങൾ ദുആ ചെയ്യും അവർക്ക് വേണ്ടിയിട്ട്. മറന്നു പോരുത്, റമാനത്താണേ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് അവരോട് പറയും, അല്ലെ? നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് സ്റ്റിക്കർ ഉണ്ട് ഓൾറെഡി നമ്മളെ മൊബൈലിൽ, അതങ്ങോട്ട് അയച്ചു കൊടുക്കും. അതൊരു ആത്മാർത്ഥതയുള്ള സ്റ്റിക്കർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. കഴിയുമെങ്കിൽ അവരുടെ പേരിട്ട് തന്നെ പറയണം കേട്ടോ. ശരി, അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ പ്രത്യേകിച്ച് ദുആകളൊന്നുമില്ല. ഇവിടെ മുതൽ ഇവിടെ വരെ നമുക്കൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ആണേത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. എല്ലാവരും കിട്ടൂലേ? അപ്പൊ ഉംറയ്ക്ക് വേണ്ടി എത്ര ദുആകൾ ബൈഹാട്ടാക്കണം? വല്ല ദുആകൾ ബൈഹാട്ടാക്കണം അതുവരെ. ഇപ്പൊ നിസ്കാരത്തിൽ നിന്ന് ആലോചിക്കങ്ങള് കൈകെട്ടിയാൽ തന്നെ അല്ലാഹുമ്മ ബായിദ് ബൈനി അല്ലെങ്കിൽ വജ്ജഹത്തു ഒരു 5 ലൈനുണ്ട്. നിങ്ങൾ ബൈഹാട്ടാക്കിയില്ലേ? വല്ല പ്രയാസം ഉണ്ടായോ? അത് കഴിഞ്ഞ് റുക്കൂയിൽ പോകുമ്പോ പ്രാർത്ഥന, ഇത്ദാല് വരുമ്പോ പ്രാർത്ഥന, സുജൂദിൽ പ്രാർത്ഥന, തഹിയാത്തിൽ പ്രാർത്ഥന, സ്വലാത്ത് പ്രാർത്ഥന. എത്ര പ്രാർത്ഥന പഠിച്ചു? ആകെ ഉംറയ്ക്ക് എന്തേ ഉള്ളൂ? ഒന്ന് തൽബിയത്ത്. അത് പിന്നെ നമ്മൾ ബൈഹാട്ട് ആക്കിയില്ലെങ്കിൽ എല്ലാവരും ചെല്ലുമ്പോൾ എന്ത് ചെയ്തോളും, ആണ് ചൊല്ലിക്കോളും. പിന്നെ ബൈഹാട്ട് ആക്കേണ്ട പ്രാർത്ഥനയാണിത്, റബ്ബനാത്തിന. അതും കിട്ടില്ല എല്ലാവർക്കും. അപ്പൊ എളുപ്പമാണോ? അല്ലേ? ആണ്, എളുപ്പമാണ്. ശരി, ഈ റുക്കുനുൽ യമാനി മുതൽ ഇവിടെ വരെ വേറൊരു ദുആകളുമില്ല. എന്ന് പറഞ്ഞാൽ റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ ദുആ ചെയ്യേണ്ട എന്താണ്, ഈ പ്രാർത്ഥന മാത്രം മതി, വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട. ബാക്കി ഇവിടെ ഒക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദുആ ചെയ്യാം. അറബിയിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പിന്നെ മലയാളത്തിലോ
സ്വലാത്തുകൾ, ദിക്റുകൾ, ഖുർആൻ ഒക്കെ നമുക്ക് അള്ളാഹിനോട് പറയണം, കരഞ്ഞു പറയണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ മത്താഫിനിടയിൽ ആത്മാർത്ഥതയുള്ള ഒരു കണ്ണുനീർത്തുള്ളിയെങ്കിലും നമ്മളവിടെ ബാക്കിയാക്കണം. നമ്മൾ അറിയാതെ വരും, കണ്ണീന്ന് വെള്ളം വരും. കാരണം അവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, മഹ്ശർ നമ്മളെ മുന്നിലേക്ക് വരും, നമ്മുടെ മരണം നമ്മുടെ മുന്നിലേക്ക് വരും. കാരണം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ സാധാരണ ഇപ്പൊ ഉംറക്ക് പോകുമ്പോ കുളിച്ചു, സുഗന്ധം പൂശി, ഡ്രസ്സ് ധരിച്ചു, വാഹനത്തിൽ കയറി ഉംറ കർവ് നിർവഹിക്കുന്നു. ഇതൊക്കെ ആരാ ചെയ്യണത്? നമ്മൾ തന്നെയാണ്. എന്നാൽ ഇതൊക്കെ നമ്മളല്ലാത്ത നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മ കുളിപ്പിക്കുന്ന, ഇതേപോലെ വസ്ത്രം ധരിപ്പിക്കുന്ന, നമ്മ സുഗന്ധം പൂശുന്ന, നമ്മ മറ്റുള്ളവരെടുത്ത് വാഹനത്തിൽ വെക്കുന്ന, അവര് നമുക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഒരു ദിവസം എന്തുണ്ട്? വരാനുണ്ട്. ഇതെവിടെ ഓർമ്മ വരും? ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിച്ച് തവാഫിലെത്തുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരും, വരണം. അവിടെ ചെന്നിട്ട് നമ്മളെന്താണെന്നറിയോ, ഇപ്പോഴത്തെ ഒരു തവാഫ് എങ്ങനെന്നറിയോ? ഇതും പിടിച്ചിട്ടാണ് തവാഫ്, ഇങ്ങനെ സെൽഫിയെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട്. നമ്മൾ ആലോചിക്കുക, നിസ്കരിക്കാൻ കൈയ്യട്ടിക്കുമ്പോൾ ഇതും പിടിച്ച് എന്തായിരിക്കും അവസ്ഥ? ഒരാൾ വെച്ചോണ്ട് അയാൾ ഉംറ ബാത്തിലാവുന്നൊന്നല്ല, പക്ഷെ ആ ഇഖ്ലാസ് നമുക്ക് എന്ത് ചെയ്യും? നമ്മളിതിനെ ഈ ചെറിയ ബാഗ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് കയ്യും ഫ്രീ ആക്കി എന്തിനാ? ചെരുപ്പും മൊബൈലൊന്നും പിടിക്കാതെ, അതുപോലും പാടില്ല കഴിയുന്നത്. നമ്മൾ ഫ്രീ ആണ്, അത്രയേറെ ഫ്രീ ആയിട്ടാണ് നമ്മൾ തവാഫ് ചെയ്യണത്. നമുക്ക് പടച്ചവനോട് കുറെ പറയാനുണ്ട്. ഇനി ഒരു പക്ഷെ എനിക്ക് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ഈ അവസരത്തിൽ പടച്ച റബ്ബേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തെല്ലാം ഇവിടെ വെച്ച് ഞാൻ ഇങ്ങനെ കഴുകി ശുദ്ധിയാക്കും എന്ന തീരുമാനം എടുക്കണം. കരയണം. അള്ളാഹ്ക്ക് പാപങ്ങളെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് കരയുന്നവരൊക്കെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? റുക്കുനുൽ യമാനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്താ ചൊല്ലിയത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഈ മൂലന്റെ പേരെന്താ? ഹജറുൽ അസ്വദ്. ഇവിടെ മുതൽ ഇവിടം വരെ ഈ പ്രാർത്ഥന. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ചുംബിക്കാൻ എന്തായാലും കഴിയില്ല. അതേപോലെ തന്നെ കൈകൾ ഉയർത്തി, കൈകളല്ല, വലത് കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറയാം. മനസ്സിലായോ? ഒരു പ്രാവശ്യം പൂർത്തിയായി. എത്ര തവാഫ് വേണം? 7 തവാഫ് വേണം. അതിൽ ഒന്നാമത്തെ തവാഫ് പൂർത്തിയായി. ഞാൻ ഒന്നും കൂടെ പറയാം. മത്താഫിലേക്ക് വന്നു, പുരുഷന്മാർ വലത് ഷോൾഡർ ഒഴിവാക്കി നേരെ വന്നു, ഹജറുൽ അസ്വദിന്റെ അവിടെ വന്നു, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു. ദുആകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി ഇവിടെ എത്തിയപ്പോ റുക്കുനുൽ യമാനി. ഇനി പറ്റുകയാണെങ്കിൽ ഒന്ന് തൊടാം റുക്കുനുൽ യമാനി. അതേപോലെ തന്നെ അവിടെ നിർബന്ധമൊന്നുമില്ല, പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാ, നമ്മളൊന്ന് തൊടാന്ന് മാത്രമേ ഉള്ളൂ. ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് തൊടാം. ഇന്ന് തൊട്ട് അവിടെ മുതൽ അവിടെ വരെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ചൊല്ലാം. ഇവിടെ എത്തിയാലും ഇനി ഇവിടെ തൊടാൻ പറ്റില്ല, കയ്യുയർത്തി കാണിക്കണോ? അതൊന്നും വേണ്ട കേട്ടോ. ഇവിടെ മുതൽ അവിടെ വരെ ആ പ്രാർത്ഥന മാത്രം. ഇവിടെ എത്തിയപ്പോ, ഹജറുൽ അസ്വദ് എത്തിയപ്പോ ഒരു തവാഫ് പൂർത്തിയായി. ഇതേപോലെ 7 തവാഫ് പൂർത്തിയാക്കണം. 7 എണ്ണം പൂർത്തിയാക്കണം. 1 കഴിഞ്ഞ്, 2 കഴിഞ്ഞ്, 3 കഴിഞ്ഞ്, 4, 5, 6, 7 കഴിഞ്ഞ് തവാഫ് പൂർത്തിയായി കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് തവാഫ് ഉണ്ടല്ലോ, 7ാമത്തെ തവാഫ് കഴിയുന്നത് കുറച്ച് വൈഡായി ചെയ്യാം, കുറച്ച് വൈഡായിട്ട് ചെയ്തു വരാം. കാരണം നമ്മൾ ഈ അടുത്തു കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ലാസ്റ്റ് ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ് ഇതിലേക്കാണ്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇതിന്റെ മുന്നിലേക്ക് പോകേണ്ടത്. ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ. ഇതിന്റെ ഇടയിൽ നിന്ന് അങ്ങോട്ട് കടക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? നമ്മളിവിടുന്ന് ഒരു റാലി വരാണ്, റോട്ടിൽ കൂടെ ഒരു ജാഥ പോവാണ്, നമ്മളിവിടെ നിൽക്കും. ഒരു 1000 ആൾക്കാരെ ജാഥ അങ്ങനെ കണ്ടാൽ മതി. അതിന്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് കടക്കാൻ പറ്റുമോ? പറ്റിക്കൊള്ളണമെന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് തള്ളി തള്ളി ഇങ്ങനെ വരുമ്പോ അതിനിടെ അപ്പുറത്ത് കടക്കാൻ പറ്റുമോ? അപ്പോഴാണ് വീഴുന്നത്. വീണ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ചവിട്ടിക്കൊണ്ടേ പോകും. അതുകൊണ്ട് 7ാമത്തെ തവാഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് വൈഡായിട്ട് വരാം. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കണേക്കാൾ എളുപ്പമാണെന്ത്, ലാസ്റ്റിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എക്സിറ്റ് ആവാൻ. മനസ്സിലാണ്ടല്ലോ അല്ലെ? കുറച്ചും കൂടെ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ മൗലവിയുടെ സംസാരത്തിലോ ഒക്കെ മനസ്സിലാവും. പക്ഷെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ മനസ്സിൽ വെച്ചാൽ മതി. 7ാമത്തെ തവാഫ്. ഇനിയിപ്പോ ഒരാൾ ഇതിലെ തന്നെ വന്നു, പഠിച്ചോന് ഞാൻ ഇതിലെ വന്നല്ലോ, തവാഫ് പ്രശ്നമാവെന്ന് വിചാരിക്കണോ? ഒന്നും വേണ്ട.
പറ്റുമെങ്കിൽ ഒന്ന് വൈഡായി വന്ന് ആ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് എക്സിറ്റ് ആവലാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള മാർഗം എന്ന് മാത്രം സൂചിപ്പിച്ചതാണ്. തവാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വുദു നിർബന്ധമാണ്. വുദു നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് വുദു അവിടെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? അവിടെ പോയി വുദു എടുത്ത് വരാനുള്ള സംവിധാനം ഉണ്ട് പറ്റുന്നവർക്ക്. ഇനി പുറത്തൊക്കെ പോയി വരാൻ എളുപ്പമൊന്നുമല്ല അല്ലേ? ഇപ്പൊ നമ്മൾ പള്ളിന്റെ അകത്ത് വെച്ച് വുദു നഷ്ടപ്പെട്ടാൽ പുറത്തു പോയിട്ട് എന്ത് ചെയ്യാം? വരാം. അവിടെ ഒന്നാമത് നമ്മൾ ആദ്യമായിട്ടാണ്. എവിടെയാണ് ബാത്റൂം? പോയാൽ തിരിച്ചു വരാൻ പറ്റുമോ? പോകുന്ന വഴി കൂടെ തന്നെ പിന്നെ അകത്തേക്ക് വരാൻ പറ്റുമോ? ചിലപ്പോൾ പോകുമ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടാകും, തിരിച്ചു വരുമ്പോഴേക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പഠിച്ചോനെ ഞാൻ എങ്ങനെ കയറും, കൂടുള്ളവരെ എങ്ങനെ കാണും, ഒക്കെ ബേജാറാണ്. അങ്ങനെ വുദു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തൊട്ടപ്പുറത്ത് പോയിട്ട് ഒരു സംസമിന്റെ വെള്ളമൊക്കെ ഉണ്ടാകും അല്ലേ? ഞാൻ സാധാരണ പറയാറുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ സംസം കൊണ്ട് വുദു കൊടുക്കുന്ന പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ബോട്ടിൽ എന്ത് ചെയ്താൽ മതി? പച്ചവെള്ളങ്ങൾ, സാധാരണ വെള്ളം ഉണ്ടല്ലോ, അത് നിങ്ങൾ കരുതിയാൽ മതി എന്നാണ് ഞാൻ പറയാറ്. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വുദു നഷ്ടപ്പെട്ടാൽ ആ ബോട്ടിലായിട്ട് പോയിട്ട് എന്ത് ചെയ്യാം? തൊട്ടപ്പുറത്ത് പിന്നെ സംസമിന്റെ ഗ്ലാസ് ഒക്കെ ഇടുന്ന വലിയൊരു കച്ചറൊക്കെ ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ചെറിയ രൂപത്തിൽ വുദു ചെയ്യാം. നമ്മൾ സാധാരണ ടാപ്പ് അങ്ങോട്ട് തുറന്നിട്ട് മുഴുവൻ കഴുകണ്ടല്ലോ, ആ പരിപാടി നിർത്തിയിട്ട് ചെറിയ രൂപത്തിൽ ആ ഒരു ചെറിയ ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വുദു ചെയ്ത് തിരിച്ചു വരാം കേട്ടോ. സൗകര്യം പോലെ ചെയ്യാം. ഒരു കാര്യം, പുറത്തേക്ക് പോവാനോ പിന്നെ വുദു ചെയ്യുന്ന സ്ഥലം അന്വേഷിച്ച് പോകാനോ എന്ന് കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര പ്രയാസത്തിലാകാം എന്ന് സൂചിപ്പിക്കാണ്. അതേപോലെ തന്നെ വുദു നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ 3 തവാഫ് കഴിഞ്ഞ് 4ാമത്തെ തവാഫ് ആരംഭിച്ച് കുറച്ചെത്തിയപ്പോഴാണ് വുദു പോയത്, നഷ്ടപ്പെട്ടത്. നമ്മൾ വുദു എടുത്ത് തിരിച്ചിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഹജറുൽ അസ്വദിന്റെ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എത്രാമത്തെ സ്റ്റാർട്ട് ചെയ്യണം? എവിടെ നിന്നാണോ വുദു നഷ്ടപ്പെട്ടത് അവിടെ നിന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. സ്ഥലമല്ല തവാഫ്, സ്ഥലം എവിടെയാണ്? ഹജറുൽ അസ്വദാണ്. അപ്പൊ തിരിച്ച് ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞോളുന്നില്ല, ചിലപ്പോൾ ആ റൗണ്ടിൽ കൂടെ ഒരു പ്രാവശ്യം കൂടി വരേണ്ടി വരും. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിൽ കൂടെ ചുറ്റിയിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും 4ാമത്തത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? ശരി. തവാഫിനിടയിൽ പ്രത്യേക ദുആ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, റബ്ബന ആതിന എന്നുള്ള പ്രാർത്ഥന അല്ലാത്ത ഇതുപോലത്തെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. ഉംറയുടെ രൂപം. സാധാരണക്കാർക്ക് ഉംറ ചെയ്യാൻ പറ്റൂല. കാരണം അറിയോ? 1ാമത്തെ പേജിൽ 1ാമത്തെ തവാഫിലെ പ്രാർത്ഥന, അത് പഠിക്കാൻ തന്നെ അവനക്ക് മര്യാദക്കുള്ള യാസീൻ തന്നെ മര്യാദക്ക് പഠിച്ചിട്ടില്ല അല്ലെ? വജ്ജഹത്തിന് മര്യാദക്ക് പഠിച്ചിട്ടില്ല. പിന്നാണ് ഇത്രയും വലിയൊരു പേജിൽ എന്നിട്ട് ആളുകൾ ഇങ്ങനെ പിടിച്ച് ഉംറയിനാണ് അവിടെ പോയിട്ട് കേട്ടോ. അതൊന്നും വേണ്ട. നമുക്ക് പ്രത്യേകിച്ച് ദുആകളൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അല്ലാഹുവോട് ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ പുരുഷന്മാർ ആദ്യത്തെ 3 തവണ വേഗതയിൽ നടക്കണം. അതൊക്കെ എളുപ്പമല്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മൗലവി പറയും. എണ്ണത്തിൽ സംശയം വന്നാൽ ചുരുങ്ങിയതെടുത്ത് ബാക്കി പൂർത്തിയാക്കാം. അപ്പൊ 4 കഴിഞ്ഞു, 5ാമത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചെത്തി, അപ്പോഴാണ് ഒരു സംശയം, പഠിച്ചാൽ 4ആണോ 5ആണോ? നല്ല ഉറപ്പത്രേ 4 എങ്കിൽ ആ 4 എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. സംശയം വന്നാൽ ചെറുതെടുക്കാം കേട്ടോ. വലിയ പ്രതിഫലമാണ് എന്ന് ശ്രദ്ധിക്കുക. തവാഫിൽ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ 1ാമത്തെ കാര്യം, വസ്ത്രം പുരുഷന്മാര് ചെയ്യേണ്ടത് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഹജറുൽ അസ്വദ് ചുംബിക്കാം, അല്ലെങ്കിൽ കൈയുയർത്തി കാണിക്കുക. റംല് അഥവാ സ്പീഡിലുള്ള നടത്തം, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ശരി. റുക്നുൽ യമാനിയിൽ കഅബയുടെ 4ാമത്തെ മൂല തൊടാൻ പറ്റിയാൽ തൊടുക എന്നാണ്. അവിടെ എന്തായിരിക്കും? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. തൊടാൻ പറ്റിയില്ലെങ്കിൽ മുത്തുകയോ കൈ ഉയർത്തുകയോ ചെയ്യേണ്ടതില്ല. നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അവിടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്നുള്ള പ്രാർത്ഥന ചൊല്ലുക. ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ചുംബിക്കുക, അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കുക. ശരി. 7 റൗണ്ട് പൂർത്തിയാവുമ്പോൾ തവാഫ് പൂർത്തിയായി. പിന്നീട് പുരുഷന്മാർ ആദ്യത്തെ പോലെ വസ്ത്രം ധരിക്കണം. 7ാമത്തെ റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ 7ാമത്തെ റൗണ്ട് പൂർത്തിയായാൽ എന്തായി? വസ്ത്രം ആദ്യത്തെ പോലെ ധരിച്ച് നേരെ നമ്മൾ എന്ത് ചെയ്യാണ്? മഖാമു ഇബ്രാഹിമിന്റെ പുറകിലേക്ക് പോവാണ് കേട്ടോ. മഖാമു ഇബ്രാഹിം എന്താണ് എന്നൊക്കെ നിങ്ങൾ പിന്നീട് പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അറിയാലോ അല്ലെ? അവിടെ പോയിട്ട് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, തൊട്ട് ബാക്കിൽ തന്നെ ആളുകൾ ഭയങ്കര തിരക്കായിരിക്കും. അവിടെ നിസ്കരിക്കാൻ നിൽക്കരുത്. എവിടെയാണോ സ്ഥലം കിട്ടുന്ന ബാക്കിൽ കുറച്ചൊരു ചെറിയ കയറ് കെട്ടിയിട്ടുണ്ടാവും, അതിന്റെ ബാക്കിൽ പോയിട്ട് നിസ്കരിക്കുക. അതിന് എവിടെ നിസ്കരിക്കുക? ബാക്കിലേക്ക്, അല്ലാണ്ട് തൊട്ടടുത്ത് വേണമെന്നൊന്നുമില്ല. എവിടെ നിസ്കരിക്കുക? അവിടൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആണും പെണ്ണും എല്ലാവരും ഒരുമിച്ചാണല്ലോ. നമ്മുടേതായ
പിശാച് പല രൂപത്തിലും വരാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളാണ്. അവിടൊക്കെ എന്തിനാണ് അങ്ങനെയെന്ന് ചോദിക്കും. നേരത്തെ ചോദിച്ചില്ലേ, പടച്ചോൻക്ക് അവിടെയുള്ള സംവിധാനങ്ങൾ വേണമെങ്കിൽ ആണുങ്ങൾക്കൊരു ഭാഗം പെണ്ണുങ്ങൾക്കൊരു ഭാഗം ആക്കിക്കൂടെ? ഇല്ല, എന്തിനാ അങ്ങനെ ആക്കാത്തത്? ഒരു കല്യാണ വീട്ടിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ഇവിടെ തന്നെ ആണുങ്ങൾ അപ്പുറത്ത് പെണ്ണുങ്ങൾ ഇപ്പുറത്ത്. കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ ഇവിടെ, അല്ലെ? ആകെ 500, 10, 20 ആൾക്കാർ പങ്കെടുക്കുന്നിടത്ത് പോലും ആണുങ്ങൾക്ക് വേറെ വിസിറ്ററും പെണ്ണുങ്ങൾക്ക് വേറെ നമ്മുടെ വീട്ടിലില്ലേ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ തവാഫ് ചെയ്യുന്ന ആണും പെണ്ണും ഒരുമിച്ച. എന്തിനായിരിക്കും? പരീക്ഷിക്കാനാണ്, അല്ലേ? അവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നിസ്കരിക്കുമ്പോ മക്കാമു ഇബ്രാഹിമിന്റെ പേരിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ വത്തഖിദു മിൻ മക്കാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം സ്റ്റാർട്ട് ചെയ്യാം. മക്കാമു ഇബ്രാഹിമിനെ നിസ്കരിക്കുമ്പോൾ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് പുറമെ കാഫിറൂനും, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് പുറമെ പിന്നെ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അത് നിങ്ങൾ പാരായണം ചെയ്യാം. അത് കഴിഞ്ഞാൽ സംസം കുടിക്കാം. അള്ളാഹുവോട് നമ്മൾ ധാരാളമായി ദുആ ചെയ്യാം കേട്ടോ. സംസമിന്റെ പ്രത്യേകതയും അതിന്റെ പ്രാധാന്യവും മഹത്വം ഒക്കെ നിങ്ങൾ പഠിക്കണം. മൗലവിയോട് ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും, നിങ്ങളെ സംശയങ്ങൾ ചോദിക്കണം, എന്നിട്ട് പഠിക്കണം. കാരണം സംസം കുടിച്ചാൽ മാറാത്ത ഒരു രോഗവുമില്ല, ഒരു രോഗവുമില്ല. നമുക്കിപ്പോഴും സംശയ, അല്ലെ? അത് കുടിച്ചാൽ മാറോ ഇല്ലേ? എന്താ നമുക്ക് സംശയം വരാൻ കാരണം അറിയോ? ഇപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു എന്റെ ആദ്യമായിട്ട് ഞാൻ സംസം കുടിച്ചത്, പിന്നെ നിങ്ങൾ അറിയുന്നല്ലോ, ഇവിടെ ഒരു PS അബ്ദുള്ള മൗലവി എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും, മരിച്ചുപോയ. അതേപോലെ തൊട്ടപ്പുറത്തുള്ള PS കുഞ്ഞു മുഹമ്മദ്, നമ്മൾ നജീക്കാട് ഇവിടെ ഉണ്ടോ അറിയില്ല, പാപ്പങ്ങൾ കേട്ടിട്ടുണ്ടോ? PS അബ്ദുള്ള മൗലവി ഹജ്ജിന് പോയി വന്നിട്ട് വീട്ടിലേക്ക് ബോട്ടിന്റെ താഴ്ചതോട്ടൊരു കൊണ്ടുവന്ന്, അതിലെന്റെ ഉമ്മ എനിക്കൊരു സ്പൂണിലൊരു സംസം തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് കുടിച്ചത് സംസം. ഇന്നിപ്പോ സംസം കുടിക്കുക ഇതില. അന്ന് കുടിച്ച തക്കുവ എന്തിൽ കുടിച്ച് കിട്ടുന്നില്ല, ഇത് കുടിച്ചിട്ട് കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ സംസം എവിടെ നിന്ന് വന്നതാ? ആരാണ് സംസമിന്റെ പിന്നിലുണ്ടായ ചരിത്രത്തില്? ഇബ്രാഹിം നബിയാണ്, ഇസ്മായിൽ നബിയാണ്, ഹാജറ ബീവിയാണ്. ആ തഖ്വയും തവക്കുലും ഈമാനും ശക്താണെങ്കിൽ സംസം ഏത് ക്യാൻസർ ആവട്ടെ, ഏത് രോഗാവട്ടെ, അതെന്ത് ചെയ്യും? മാറുമെന്ന് പറഞ്ഞതാണ്. ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു ഡൗട്ടാ, മാറോ? നമുക്ക് എന്നാലും ആ ഡോക്ടറെ അടുത്ത് പോയാലേ പറ്റുള്ളൂ. ഡോക്ടറെ അടുത്ത് പോകണം, മരുന്ന് കഴിക്കണം, ചികിത്സിക്കണം, യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ അത്രക്കും ഈമാനോടെ എന്ത് മാറും? എല്ലാ അസുഖങ്ങളും മാറും, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകും കേട്ടോ. സംസം കുടിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ചെന്ന ആ സമയങ്ങളിൽ കഴിയുന്നതും തണുപ്പില്ലാത്ത സംസം കുടിക്കാൻ ശ്രദ്ധിക്കാം. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടോ, നോട്ട് കോൾഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതും കണ്ടില്ല നിങ്ങള്? അതേപോലെ ഒരു ബോട്ടിൽ ഉണ്ടാവില്ലേ, അത് നിങ്ങൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അവിടെ പോയിട്ട് നല്ല തണുത്തോ വരച്ച് കുടിച്ചിട്ട് തൊണ്ടവേദന വരും, പിന്നെ പനി വരും. ഇബാദത്ത് ചെയ്യാൻ പോയി നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. തിരിച്ചു പോരാൻ നേരത്തിന് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് പോരും. വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തണുത്തത് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിയുന്ന ഒഴിവാക്കാം. കാരണം വയറിന് പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പ്രശ്നമാണ്. അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരി, സംസം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഅയ് ചെയ്യാൻ പോവാണ്. സഫാ മറുവക്കിടയിൽ 7 തവണ കയറുകയും അതിനിടയിൽ നടക്കുകയും ചെയ്യുന്നതാണ് സഅയ് എന്ന് പറയുന്നത്. സഫാ മറുവ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ? ഹാജറ ബീവി ഓടി കയറിയ 2 മലകളുണ്ടല്ലോ. ശരി, സഅയില് നമ്മൾ സൊഫയിലേക്ക് കയറുമ്പോൾ ഈ ആയത്ത് പാരായണം ചെയ്ത് കയറണം. സൊഫ എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ കണ്ടതുപോലെ വലിയ കുന്നു അതൊന്നുമല്ല, ചെറിയൊരു സ്ലോപ്പാണ്. ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ കയറുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആയത്ത് പാരായണം. സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്താണ്. فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. നമ്മൾ ബൈഹാട്ടാക്കേണ്ട 1-ാമത്തെ പ്രാർത്ഥന തന്നെ. ബാക്കി 2 ബൈഹാട്ടാണ്, ഇത് ബൈഹാട്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഈ ബുക്കിലൊക്കെ സാധനം ഉണ്ട്, മൊബൈലും ഉണ്ടാവും. പക്ഷെ മൊബൈലും ബുക്കൊക്കെ എവിടെയാണ്? ബാഗില്. കയറാൻ നേരത്ത് പുറത്ത് കൊടുക്കോ? വേണ്ട, ഇത് ബൈഹാട്ടാക്കിയാൽ മതി. വളരെ സിമ്പിളാണ്, 2 ലൈനേ ഉള്ളൂ. ഖുർആൻ നോക്കിയാൽ മതി. സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്താണ്. ഇത് ബൈഹാട്ടാക്കാം. എന്നിട്ട് ആ സ്ലോപ്പിൽ ഇങ്ങനെ കയറുന്ന സമയത്ത് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് ചൊല്ലി നമ്മളായിട്ട് കയറാം. അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കാബയിലേക്ക് തിരിഞ്ഞിട്ട് 3 പ്രാവശ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. പിന്നെ ബൈഹാട്ടാക്കേണ്ട പ്രാർത്ഥന ഇതാണ്.
ഇത് രണ്ടും മാത്രം ബൈഹാട്ടാക്കിയാൽ മതി. ഇത് ബൈഹാട്ടാക്കാൻ എളുപ്പമാണ്, ഇത് കാണുമ്പോൾ വലുതാണ്. നിങ്ങൾ ആലോചിച്ചോക്കെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാരും കിട്ടൂലേ? ബൈഹാട്ടല്ലേ? എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അവിടം വരെയും കിട്ടൂലേ? പിന്നെന്താ ഉള്ളത്? ആകെ 3 വാക്കുകളോ? അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. ഇത് പഠിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ അത് എല്ലാവരും ബൈഹാട്ടാക്കാം. 3 തവണ പ്രാർത്ഥിക്കണം. കഅബക്ക് നേരെ തിരിഞ്ഞ് 3 തവണ പ്രാർത്ഥിക്കണം. ഈ 3 തവണ പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത്. ആദ്യം ഇത് പ്രാർത്ഥിക്കാം, കൈ ഉയർത്തി തന്നെ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് 1ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ അല്ലാഹുവിനോട് ചോദിക്കുക കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2ാമത് പ്രാർത്ഥിക്കാം. അവിടുത്തെ സമയം പോലെ, ചിലപ്പോൾ അവിടെ നിൽക്കാൻ സമയക്കില്ല, വേഗം പോകാൻ പറയും. അപ്പോഴാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം നമ്മൾ. പിന്നെയും കുറച്ച് ഈ പ്രാർത്ഥന 2ാമത്, പിന്നെയും കുറച്ച് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. വീണ്ടും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇറങ്ങണം. എന്നിട്ട് നേരെ എവിടേക്ക് പോകണം? വീട്ടിക്കോ? വീട്ടിൽ പോകാനായിട്ടില്ല, മറുവയിലേക്ക് പോകണം. ഇതെവിടെയാണ്? സൊഫയിലാണ്. കണ്ടോ? സൊഫയിലേക്ക് കയറുമ്പോഴാണ് ഈ പ്രാർത്ഥന. സൊഫയിൽ കയറി അവിടെ നിന്ന് കഅബക്ക് നേരെ തിരിഞ്ഞിട്ട് 3 പ്രാവശ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. തിരിച്ച് നമ്മൾ മറുവയിലേക്ക് പോകാണ്. പോകുന്ന വഴിയിൽ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പോകുന്ന വഴിയുണ്ടല്ലോ, ഇതേപോലെ ഇത് 2 ഭാഗമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതാണ് സൊഫ, അവിടെയാണ് മറുവ. അപ്പൊ ഇവിടെ വന്ന് അവിടെയാണ് കഅബ ഉള്ളത്. നേരെ വന്ന് ഇവിടെ കയറി കഅബക്ക് നേരെ നിന്ന് പ്രാർത്ഥിച്ചു. നേരെ ഇവിടെ ഒരു വലിയ പില്ലർ ഉണ്ടാകും. ആ പില്ലറിന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് പോവാണ്. ഈ വഴിയാണ് എവിടേക്ക് പോണത്? മറുവയിലേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ നിങ്ങൾ കണ്ടോ, അവിടെ ഒരു പച്ച ലൈറ്റ് പോലൊരു സ്ഥലം ഉണ്ടാവും. പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഒരു പച്ച ലൈറ്റ് ഇങ്ങനെ മേലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. അവിടെ എത്തുമ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്യണം? ഒരല്പം നടത്തത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചൊന്ന് ചെറിയൊരു ഓട്ടം എന്ത് ചെയ്യണം? കണ്ടില്ലേ, ഓടുന്നുണ്ടില്ലേ? അതേപോലെ ഈ ലൈറ്റ് മുതൽ അവിടം വരെ ചെറിയ ദൂരേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ച് ആ ചുമരോ അതിന്റെ അപ്പുറത്ത് വരെ കുറച്ചേ ഉള്ളൂ. അവിടം വരെ എന്ത് ചെയ്യണം? പുരുഷന്മാര് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഓടണം കേട്ടോ. അത് പുരുഷന്മാർ ചെയ്യേണ്ടതാണ്. സ്ത്രീകൾ അങ്ങനെ ഓടണോ? യഥാർത്ഥത്തിൽ ആരോടോ ഓടാൻ പറയേണ്ടിയിരുന്നത് സ്ത്രീകളോട്. അത് അള്ളാഹു നിങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ശരി, അപ്പോ പുരുഷന്മാർ അവിടെ ഒന്ന് ഓടാം. അങ്ങനെ മറുവയിൽ വീണ്ടും നമ്മൾ കയറാണ്. ശരി, മറുവയിൽ കയറുമ്പോ എന്താണോ നേരത്തെ നമ്മൾ സൊഫയിൽ കയറിയപ്പോ ചൊല്ലിയത് അത് എന്നെ സൊഫ ചൊല്ല. അവിടെ നിന്നിട്ട് വീണ്ടും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുക, കഅബക്ക് നേരെ തിരിഞ്ഞിട്ട്. അപ്പൊ ഇവിടുന്ന് തിരിഞ്ഞത് കഅബ അവിടെയാണ്. അപ്പൊ അവിടെ ചെന്നാൽ എവിടെയൊക്കെ തിരിയണ്ടേ? ഇങ്ങോട്ടോ? എവിടെയാണ് കഅബ? കഅബ ഇവിടെ അല്ലേ? അപ്പൊ ഇങ്ങോട്ടല്ലേ തിരിയാണ്? നമ്മളെ പള്ളി കഅബായിട്ട് കാണാം. ഇവിടുത്തെ ഒരു പള്ളി ഇവിടെ അല്ലേ? അതെ. അപ്പൊ ഇവിടെ കയറുന്നൊരു പള്ളിക്ക് നേരെ തിരിഞ്ഞു. അപ്പൊ അവിടെ കയറി എവിടെയൊക്കെ തിരിയണ്ടേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം. മനസ്സിലായോ? ശരി, മുഴുവൻ ചിലപ്പോ പെട്ടെന്ന് മനസ്സിലായിക്കോളുന്നില്ല, എന്നാലും ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞില്ലേ? ശരി, 7 തവണ പൂർത്തിയാക്കണം. 7 തവണ പൂർത്തി. 1 ഇങ്ങോട്ട്, 2 ഇവിടുന്ന് അങ്ങോട്ട് മറുവയിലേക്ക് 1, സൊഫയിലേക്ക് 2, തിരിച്ച് മറുവയിലേക്ക് 3, സൊഫയിലേക്ക് 4, മറുവയിലേക്ക് 5, സൊഫയിലേക്ക് 6, മറുവയിലേക്ക് 7. സൊഫയിൽ നിന്ന് മറുവയിൽ അവസാനിക്കും. തവാഫ് എവിടെ നിന്നാണ് ആരംഭിച്ച അവിടെ തന്നെ അവസാനിക്കും. ഇതങ്ങനല്ല. ഇതെങ്ങനെയാണ്? സൊഫയിൽ നിന്ന് ആരംഭിച്ച് മറുവയിൽ അവസാനിക്കും. സഅയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വേഗം ഓടിച്ചു പറയാം. സൊഫയിൽ നിന്നും ആരംഭിക്കണം. മറുവയിലും കയറുമ്പോൾ 2 സ്ഥലത്തും കയറുമ്പോൾ പ്രത്യേകം ആ പ്രാർത്ഥന, ആയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണം. 7 പ്രാവശ്യം നടക്കണം. പച്ച ലൈറ്റ് കാണുമ്പോൾ പുരുഷന്മാർ ഓടണം, സ്ത്രീകൾ നടക്കണം. നടത്തത്തിനിടയിൽ പ്രത്യേക ദുആകളൊന്നുമില്ല. ഓരോ റൗണ്ടിലും ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പ്രാർത്ഥന അല്ലാത്ത വേറെ പ്രാർത്ഥനകളൊന്നുമില്ല. വുദൂ നിർബന്ധമില്ല. സഅയിനിടയിൽ വുദൂ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. വുദൂ എടുക്കാൻ എന്ത് ചെയ്യേണ്ട? 2ാമത് അവര് പോകണമെന്നില്ല. അതിനിടയിൽ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വുദൂ എടുക്കേണ്ടി വരും. ശരി, ഇബ്രാഹിമി കുടുംബത്തെ നമ്മൾ ഓർക്കണം. ശരി, ഉംറയിലെ 3 കാര്യങ്ങൾ കഴിഞ്ഞു. ഏതൊക്കെ കഴിഞ്ഞു? ഇഹ്റാം കഴിഞ്ഞു, തവാഫ് കഴിഞ്ഞു, സഅയ് കഴിഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? എന്താ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പിന്നെ ഇതിന്റെ ക്ലാസ്സിലൊന്നും എല്ലാം അറിയാലോ എല്ലാവർക്കും. ശരി, മുടി കളയണം കേട്ടോ. പുരുഷന്മാർ മുടി മുഴുവനായിട്ട് കളയാം. അതിപ്പോ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ 1-2 ഉംറയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അത് ആദ്യം മുഴുവൻ കളയാറുണ്ട് പോലെ കളയാറുണ്ട് അല്ലെ? അത് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ചെയ്യാം. 2 അതിന് 1-ലേറെ ഉംറ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോ ഏറ്റവും നല്ലത്
പൂർണ്ണമായിട്ടും കളയൽ തന്നെയാണ്. നമ്മൾ ഇനി കുറച്ച് വെട്ടാൻ കൊടുത്താലും പൈസ ഒന്ന് കൊടുക്കണം. മുടി മുഴുവൻ മുറിച്ചാൽ കളഞ്ഞാലും എന്ത് ചെയ്യണം? നിങ്ങളല്ല കേട്ടോ, അവര് പുരുഷന്മാര് പൈസ കൊടുക്കണം. മാത്രല്ല അള്ളാന്റെ കൂടുതൽ കൂലി എന്താണ്? മുടി മുഴുവൻ നമ്മളെന്താ പറയുന്നത്? ഞാൻ ഇതൊക്കെ എടുത്തിട്ട് പിന്നെ ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആളെ മുന്നിൽ പോകുമ്പോൾ ഞാൻ ഇതുവരെ മുട്ടടിച്ചിട്ടതല്ല. അതൊന്നും വേണം, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കലാണ്, റബ്ബിന് വേണ്ടി കൊടുക്കാണ്. പിന്നെ നമ്മളെന്തിനാ അല്ലെ? മുമ്പ് നമ്മുടെ മുടി കൊടുത്തിട്ടുണ്ട്, ആ സമയത്ത് നമ്മക്കല്ല കൂലി. അതാര് മേടിച്ചു? നമ്മുടെ ഉമ്മയും ബാബയും മേടിച്ചു അല്ലെ? നമ്മൾ ജനിച്ച സമയത്ത്. ഈ സമയത്ത് നമ്മൾ അള്ളാഹ്ക്ക് കൊടുത്താൽ നമുക്ക് കിട്ടും അതിന്റെ കൂലി. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പൈസ, നിങ്ങളെ സമയം, നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ പ്രതിഫലം അത് വേണ്ടവര് ചെയ്യാം. സ്ത്രീകൾ മുടി കളയേണ്ടത് അവരുടെ നിങ്ങളുടെ ബാക്കിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തന്നെ അതിന്റെ ഒരു വിരലിന്റെ വലുപ്പത്തിൽ കട്ട് ചെയ്യാം. കത്രിക നിങ്ങളുടെ കയ്യിലുണ്ടായിക്കോട്ടെ. കത്രിക നിങ്ങൾ കൊണ്ടുപോകണ്ടെങ്കിൽ ഹാൻഡ് ബാഗിൽ ഇടാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. ഹാൻഡ് ബാഗിൽ ഇടാൻ പാടില്ല, ലഗേജിലായിരിക്കണം. അത് നിങ്ങളെ റൂമിൽ പോയിട്ട് ഒന്നിച്ചിന് താമസിക്കുന്ന എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഒരു കത്രിക, ചെറിയ കത്രിക, മുടി കട്ടിന കത്രിക ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വിരലിന്റെ വലുപ്പത്തിൽ വെട്ടിക്കളയാം. ഇനി അതല്ല നിങ്ങൾക്ക് പറ്റില്ല, കൂടെയുള്ള ആരാണെന്ന് വെച്ചാൽ അവരൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അതൊന്ന് വെട്ടിത്തരാൻ വേണ്ടി പറയാം. അതോടുകൂടി എന്തായി? തഹല്ലുലായി, ഉംറ കഴിഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി? നമുക്ക് അനുവദനീയമായി, ഉംറ പൂർത്തിയായി കഴിഞ്ഞു. ഇതോടുകൂടി ഉംറ കഴിഞ്ഞു. ക്ലിയർ അല്ലേ? കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും അറിയാം, പക്ഷെ പൂർണ്ണമായിട്ടും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ ചോദിക്കണം. ശരി, അവിടെ താമസിക്കുന്ന സമയം അത്രയും അവിടെ മയ്യത്ത് നിസ്കാരങ്ങൾ ഉണ്ടാകും കേട്ടോ. മയ്യത്ത് നിസ്കാരം നിർവഹിക്കാൻ അറിയാം. അതേപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കുമ്പോ ഒരു ഭാഗത്തേക്ക് സലാം വീട്ടുള്ളൂ, ഒരു പ്രാവശ്യമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നേ പറയുള്ളൂ. അവിടത്തെ നമുക്ക് അങ്ങനെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടിയിട്ടുണ്ട്, 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടതുപോലെ ചെയ്യാം. അവിടെ മയ്യത്ത് നിസ്കാരം ഉണ്ടാകും എല്ലാവർക്കും. ആ മയ്യത്ത് നിസ്കാരം ഓരോ വക്കത്തിന് ശേഷവും മയ്യത്ത് വരും അവിടെ. ഓരോ മയ്യത്തിനും, മറഞ്ഞ മയ്യത്തിനുള്ള നിസ്കാരമല്ല, മയ്യത്ത് നേരെ മുന്നിൽ വെച്ചിട്ടുള്ള നിസ്കാരമാണ്. അത് പറയാൻ കാരണം ആരും എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. വലിയ പ്രതിഫലമാണ് മയ്യത്ത് നമസ്കാരത്തിന്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തൽക്കാലം ഒഴിവാക്കാണ്. കൂടി പറയാം. തവാഫിനോ സഈനോ ഇടയിൽ ജമാഅത്ത് നിസ്കാരം വരും. നിങ്ങൾ ചിലപ്പോ മഗ്രിബിന് മുമ്പോ ഇശാഇന്റെ മുമ്പോ ഒക്കെ തവാഫ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ സഈ ചെയ്യായിരിക്കും. അപ്പൊ ജമാഅത്ത് നിസ്കാരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജമാഅത്തിൽ പങ്കെടുക്കണം. ഇങ്ങനെ അനൗൺസ് വരും, പിന്നെ ഇക്കാമത്ത് കൊടുക്കും. അനൗൺസ് എന്നാണ് ഇക്കാമത്ത്. ആ സമയത്ത് സൊഫ് കിട്ടുന്ന സമയത്ത് എല്ലാവരും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ കുറച്ച് ബാക്കിൽ ഉണ്ടാകും, ആണുങ്ങൾ അതിനനുസരിച്ച് സൊഫ് കെട്ടി നിസ്കാരത്തിൽ കൂടണം. വലിയ പ്രതിഫലാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാണ്. മക്ക മദീന സിയാറ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മൗലവി നിങ്ങൾക്ക് വിശദമായിട്ട് എന്ത് ചെയ്യും? പറഞ്ഞു തരും. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നമ്മള് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. നിങ്ങളെ കൊണ്ടുപോകുന്നവർക്ക് വേണ്ടി, അമീർമാർക്ക് വേണ്ടി, നിങ്ങളെ യാത്ര നന്നാവാൻ വേണ്ടി, ഇതൊക്കെ നിങ്ങൾ അള്ളാഹുവോട് നിരന്തരമായിട്ട് ദുആ ചെയ്യണം. റൗദയിൽ സന്ദർശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പഠിക്കണം. മൗലവി ആ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാണ്. ഒറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളൂ, ത്യാഗമാണ് ഹജ്ജും ഉംറയും. നിങ്ങൾ ഇവരൊക്കെ അങ്ങോട്ട് പാസ്പോർട്ട് കൊടുത്തു, ടിക്കറ്റിനുള്ള പൈസയും കൊടുത്തു, ഉംറക്കുള്ള പൈസയും കൊടുത്തു, എന്റെ എല്ലാ പരിപാടിയും അവസാനിച്ചു, ഇനി എളുപ്പത്തിൽ പോയി തിരിച്ചു വരണം. ഒരാളങ്ങനെ വിചാരിക്കണ്ട. ഓരോ കാര്യവും എളുപ്പത്തിൽ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രയേറെ ത്യാഗമായിരിക്കും. റൂം, ഭക്ഷണം എല്ലാം ഓരോ പ്രാവശ്യം ചെല്ലും തോറും നമുക്കതിൽ അനുഭവപ്പെടാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ദുആയുണ്ട്. ആ ദുആയും ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പഠിക്കണം എന്നുകൂടെ പറയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ എളുപ്പത്തിൽ സന്തോഷത്തോടുകൂടെ മഖ്ബൂലും മബ്റൂറുമായ രൂപത്തിൽ ഈ കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചുരുക്കി ഏതാനും കാര്യങ്ങൾ പറയണമെന്നാണ് ഉദ്ദേശിച്ചതും പറഞ്ഞതും. പക്ഷെ പറഞ്ഞ സമയത്തേക്കാൾ ഒരൽപ്പം നീങ്ങി പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ സമയമനുസരിച്ച് മൗലവിയും യാത്രയിലും നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഏതായിരുന്നാലും ഈ ഒരു സമയത്ത് പെട്ടെന്നാണ് പറഞ്ഞതെങ്കിലും ഇവിടെ വരാനും നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് ഈ ഒരു കാര്യം പറയാനും സാധിച്ചതിൽ അള്ളാഹുവിനോട് പ്രത്യേകമായ നന്ദി പറയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴെങ്കിലും ഓർമ്മ വരാണെങ്കിൽ ഉള്ളവനെയും ഈ ഉള്ളവനെയും ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.